ഹലോ ഫ്രണ്ട്സ്, സക്സസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC GD കോൺസ്റ്റബിളിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 11th February 2019 ഷിഫ്റ്റ് 2ൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ പേഴ്സൺ പർച്ചേസ്ഡ് 12 bags of sugar at the rate of ₹1,200 per bag, 8 bags at the rate of 1,500 per bag, and 10 bags at the rate of 2,100 per bags. What will be the average cost of all the bags together? അപ്പോൾ ആവറേജ് കോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് കോസ്റ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പറാണ്. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പറാണ്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇപ്പോൾ കൺവെൻഷണൽ മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക. അതായത് നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. 12 bags ഓഫ് ഷുഗർ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? അറ്റ് ദ റേറ്റ് ഓഫ് 1,200 പെർ ബാഗിനാണ് അല്ലേ. ഒരു ബാഗിനാണ് 1,200 രൂപ. അപ്പോൾ 12 ബാഗിന് എത്രയായിരിക്കും? 12 × 1,200. ഓക്കെ, 12 × 1,200. അപ്പോൾ 12 × 12 എന്ന് പറയുന്നത് 144 ആണ്. 12ൻ്റെ സ്ക്വയർ. അപ്പോൾ 144,000. 14,400 ആണ് അതിൻ്റെ 12 ബാഗ്സിൻ്റെ കോസ്റ്റ്. ഇനി 8 ബാഗ് 1,500 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത് അല്ലേ, പെർ ബാഗിന്. ഒരു ബാഗിന് 1,500 രൂപ വെച്ച് 8 ബാഗ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയായി? 8 × 1,500. ഓക്കെ ആണല്ലോ. 8 × 1,500. 8 × 15 ചെയ്ത് നോക്കുക. 8 × 15 120 ആണ്. 8 × 15 120, 2 ഇപ്പോൾ എത്ര വന്നു? 12,000 വന്നു. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കിയേ. 10 ബാഗ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 2,100 പെർ ബാഗ്സ്. ഒരു ബാഗിന് 2,100 രൂപ വെച്ച് 10 ബാഗ് വാങ്ങിക്കുന്നു അല്ലേ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയായി? 10 × 2,100. അത് എത്രയാണ്? 21,000. ഓക്കെ, അപ്പോൾ ഇത് 14,400, 12,000, 21,000. അപ്പോൾ ഇതെല്ലാം കൂടി സം ചെയ്താൽ ടോട്ടൽ കോസ്റ്റായി. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് സം ചെയ്യുക. 14,400, 12,000, 21,000. എത്ര വന്നു? 0,0,4,7,4. ഓക്കെ, 47,400 ആണ് ടോട്ടൽ കോസ്റ്റ്. 47,400 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ബാഗ്സിൻ്റെ ടോട്ടൽ നമ്പറാണ്. നോക്കിയേ, ആദ്യം 12 ബാഗ്, പിന്നെ 8 ബാഗ്, പിന്നെ 10 ബാഗ്. അപ്പോൾ എല്ലാം കൂടി സം ചെയ്യുക. 12 + 8 20, 20 + 10 30. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബാഗ്സ് എന്ന് പറയുന്നത് ഇവിടെ 30 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ആവറേജ് കോസ്റ്റ് കിട്ടും. 0 കട്ട് ചെയ്തു. 4740 ഡിവൈഡഡ് ബൈ 3 നിങ്ങൾ ചെയ്ത് നോക്കുക. 4740 ഡിവൈഡഡ് ബൈ 3 1 3 17 3 5 15 ശിഷ്ടം 2 24 3 8 24. ഓക്കെ, ഇനി ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പോൾ 1580 ആണ് കറക്റ്റ് ആൻസർ. ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ₹1580. ഓക്കെ ആണല്ലോ. ഇതാണ് ആൻസർ. അപ്പോൾ ഇതൊരു മെത്തേഡാണ്, ഒരു കൺവെൻഷണൽ മെത്തേഡാണ്. അതായത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇനി വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജിൻ്റെ മെത്തേഡാണ്. അതിന് ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. അതായത് നമ്മൾ ആദ്യം ബാഗിൻ്റെ എണ്ണം എഴുതും. അതായത് 12 ബാഗ് നമ്മൾ എത്ര രൂപയ്ക്കാണ്? 1,200 പെർ ബാഗ്സിനാണ് വാങ്ങിക്കുന്നത്. ഓക്കെ, 12 ബാഗ് 1,200 പെർ ബാഗ്സ് പ്ലസ്. ഇനി അടുത്തത് 8 ബാഗാണ് അല്ലേ. 8 ബാഗ് എത്ര രൂപയ്ക്ക് വാങ്ങിക്കുന്നു? 1,500 പെർ ബാഗ്സ്. ഇനി അടുത്തത് 10 ബാഗാണ് 2,100 പെർ ബാഗ്സ്. ഓക്കെ, ഇനി ദിസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എത്ര ബാഗ്സ് ആയി? 12 + 8 20, 20 + 10 30. 30 ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മുടെ ആവറേജ് ആണ് വരിക. ഓക്കെ, അവിടെ നമ്മുടെ ആവറേജ് ഈസ് ഈക്വൽ ടു നമ്മുടെ ആവറേജ് ആണ് വരിക. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആവറേജ് ഒരു നമ്പർ അസ്യൂം ചെയ്യുക. ആ നമ്പർ 1,200-നും 2,100-നും ഇടയ്ക്കായിരിക്കണം. ഓക്കെ, 1,200-നും 2,100-നും ഇടയ്ക്കായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ അസ്യൂം ചെയ്യുക. അപ്പോൾ നമുക്ക് തൽക്കാലം
1500 എന്ന് അസ്യൂം ചെയ്യാം. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. 1500 എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ നമ്മുടെ മീൻ 1500 ആണ് എന്ന് അസ്യൂം ചെയ്തു. ഇനി അപ്പോൾ ഇതെല്ലാം ആവറേജ് ആണ്. 12ൻ്റെ ആവറേജ് 1200, 8ൻ്റെ ആവറേജ് 1500, 10ൻ്റെ ആവറേജ് 2100. അപ്പോൾ 1500 ഈ നമ്മുടെ അസ്യൂം ചെയ്ത മീൻ ഓരോ ആവറേജിൽ നിന്നും എത്രയാണ് വേരി ചെയ്യുന്നതെന്ന് നോക്കുക. അതായത് 1500ഉം 1200ഉം നമ്മൾ അസ്യൂം ചെയ്ത മീനിൽ നിന്ന് എത്ര 300 കുറവാണ് അല്ലേ. അവിടെ 1500 ആണ്, ഇവിടെ 1200 ആണ്. അപ്പോൾ നോക്കിയേ, അസ്യൂം ചെയ്ത ആവറേജിൽ നിന്നും 300 കുറവാണ്. അപ്പോൾ നമ്മൾ -300 എന്ന് എഴുതി. ഇനി ഇത് ഓരോന്നിനുമാണ്. അപ്പോൾ പെർ ബാഗ്സ് ആണ്. ഇൻറ്റു ടോട്ടൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇൻറ്റു 12 ചെയ്യുക. ഓക്കെ, ഇൻറ്റു 12. അപ്പോൾ ഇൻറ്റു 12 ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി പ്ലസ് ചെയ്യുക. ഇനി അടുത്ത് നോക്കുക, 1500 ഇവിടെയും 1500, വേരിയേഷൻ ഒന്നുമില്ല. അപ്പോൾ എന്താണ്, 0 ആണ് കണ്ടോ. അപ്പോൾ അങ്ങനെ 0 കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നടുക്കത്തെ വാല്യൂ തന്നെ അസ്യൂം ചെയ്തത്. അപ്പോൾ നമ്മൾ 0 കിട്ടി. ഇനി അടുത്ത് നോക്കുക, അടുത്ത എന്താണ് 1500, 2100 അല്ലേ. ഇവിടെ നോക്കിയാൽ നമ്മൾ അസ്യൂം ചെയ്ത മീലിൽ നിന്നും എത്ര 600 കൂടുതലാണ് അല്ലേ. ഇവിടെ 1500 ആണ്, ഇവിടെ 2100 ആണ്. അപ്പോൾ 600 കൂടുതലാണ്. അപ്പോൾ 600 ഇൻറ്റു അവിടെ എത്ര എണ്ണം ഉണ്ട്, 10 എണ്ണം ഉണ്ട്. അപ്പോൾ ഇൻറ്റു 10. അപ്പോൾ ഇതെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 12 × 3 36 ആണ്. അപ്പോൾ -3600 പ്ലസ് 600 × 10 6000. അപ്പോൾ -3600 പ്ലസ് 6000 ഇതെത്ര കിട്ടും, 2400 എന്ന് കിട്ടും. ഓക്കെ, 2400. ഇത്രയുമാണ് നമ്മൾ അസ്യൂം ചെയ്ത ആവറേജിൽ നിന്നും വേരി ചെയ്ത് നിൽക്കുന്ന ആവറേജ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ്. ഇത് ടോട്ടൽ കോസ്റ്റ് ആണ്. ഇനി അവിടെ എത്ര നമ്പറാണ്, 30 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 30 ചെയ്യുക. അപ്പോൾ ഇത്രയും കൂടുതലാണ്, നമ്മൾ അസ്യൂം ചെയ്ത കോസ്റ്റിൽ നിന്നും കൂടുതലാണ്. അപ്പോൾ 2400 ഡിവൈഡഡ് ബൈ 30 ചെയ്താൽ ആ ആവറേജിൻ്റെ വേരിയേഷൻ കിട്ടും. ഓക്കെ, കാരണം ഇവിടെ നോക്കിയാൽ 12, 8, 10 അത് നമ്മൾ ഓരോന്നിനെടുത്തു. അപ്പോൾ ടോട്ടൽ കോസ്റ്റിന് ഇത്രയും വേരിയേഷൻ, അതായത് സമ്മിന് ഇത്രയും വേരിയേഷൻ വന്നു. ഇനി നമുക്ക് ആ ടോട്ടലിൽ, അതായത് ആവറേജിൽ നിന്ന് എത്ര വേരി ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കും, ബൈ ടോട്ടൽ ഇവിടെ എത്രയാണ് 30 ചെയ്യുക, ബൈ 30 ചെയ്യുക. അപ്പോൾ നോക്കിയേ, 0 0 കട്ട് ചെയ്തു. 24/3 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ എന്ത് വന്നു, 80 വന്നു. ഓക്കെ, അപ്പോൾ നോക്കിയേ, ആവറേജ് 80, അതായത് +80 ആണ് ഇവിടെ വേരി ചെയ്യുന്നത്. നമ്മുടെ അസ്യൂം ചെയ്ത ആവറേജിൽ നിന്നും 80 കൂടുതലാണ്. +80 കിട്ടിയത് സ്ഥിതിക്ക് 80 കൂടുതലാണ്. ആ 80 അവിടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി, 1500 പ്ലസ് 80 എത്ര വന്നു, 1580. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ലൈൻ ചാർട്ട് ഗിവൺ ബിലോ ഷോസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് എ കമ്പനി on 5 different products P1, P2, P3, P4 and P5. The expenditure of product P5 is 46,000. What is the revenue of product P5? ഓക്കെ, അപ്പോൾ P5 എന്ന പ്രൊഡക്റ്റിൻ്റെ റവന്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ലൈൻ ചാർട്ടാണ്, അത് DI ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഡാറ്റ എന്ന് നോക്കാം. അതായത് ഇവിടെ നോക്കിയാൽ ഇത് 5 കമ്പനീസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്, P1, P2, P3, P4, P5. ഓക്കെ ആണല്ലോ. ഇനി ആ കമ്പനിയുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് തന്നിട്ടുള്ളത്. അതായത് P1ൻ്റെ പ്രോഫിറ്റ് 15%, P2ൻ്റെ പ്രോഫിറ്റ് 30, P3 27, P4 23, P5 8%. അപ്പോൾ ദ എക്സ്പെൻഡിച്ചർ ഓഫ് പ്രോഡക്റ്റ് P5 ഈസ് 46,000. P5യുടെ എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്. എത്രയാണ്, 46,000. എത്രയാണ് P5 എന്ന പ്രോഡക്റ്റിൻ്റെ റവന്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രോഫിറ്റ് P5യുടെ കേസാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 8%, എക്സ്പെൻഡിച്ചർ 46,000 ആണ് റവന്യൂ. അപ്പോൾ ഒരു ഫോർമുല ഉണ്ട്. എന്താണ് ഫോർമുല? ഇപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, റവന്യൂ R എന്ന് എഴുതി, എക്സ്പെൻഡിച്ചർ E എന്ന് എഴുതി. പ്രോഫിറ്റ് എന്ന് പറയുന്നത് റവന്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ എനിക്കൊരു 200 രൂപ കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ 100 രൂപ ചിലവാക്കി, മിച്ചം എത്രയാണ്, 100 രൂപ. അപ്പോൾ 100 രൂപ എനിക്ക് ലാഭമാണ്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് റവന്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ ആണ്. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്
പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കാം. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രോഫിറ്റ് പെർസെൻറ്റേജ് 8 ആണ്. അപ്പോൾ 8 ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്കറിയില്ല. ഇനി എക്സ്പെൻഡിച്ചർ എത്രയാണ്? 46,000 ഇൻറ്റു 100. ഓക്കെ, 2 0 കട്ട് ചെയ്തു. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 460 ഇൻറ്റു 8 ആണ്. അപ്പോൾ 460 ഇൻറ്റു 8 ചെയ്ത് നോക്കുക. എത്രയാണ് 460 ഇൻറ്റു 8? 0 8 4 4 8 32 36. ഓക്കെ, അപ്പോൾ 3680 ആണ് പ്രോഫിറ്റ്. 3680 ആണ് പ്രോഫിറ്റ്. ഇനി ചോദിച്ചത് റവന്യൂ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടും. റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് പ്ലസ് എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ? അപ്പോൾ റവന്യൂ ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് പ്ലസ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ പ്രോഫിറ്റും എക്സ്പെൻഡിച്ചറും പ്ലസ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3680 ആണ്, നമുക്ക് കിട്ടി. എക്സ്പെൻഡിച്ചർ 46,000. അപ്പോൾ 46,000 പ്ലസ് 3680 08694 49,680 ആണ് റവന്യൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താ ഉത്തരം? ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബോളർ ഹാസ് ടേക്കൺ 0 3 2 1 5 3 4 5 5 2 2 0 0 1 and 2 wickets in 15 consecutive matches. What is the median of the given data? അപ്പോൾ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മീഡിയൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ. ഓക്കെ, മീഡിയൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആ സെറ്റ് ഓഫ് ഡാറ്റ തന്നിട്ടുണ്ട്. എത്രയാ? 3 2 1 എക്സെട്ര എക്സെട്ര അങ്ങനെ ഒരു ഡാറ്റ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് അത് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ആദ്യം 0 എഴുതി. ഇനി 0 എത്ര എണ്ണം ഉണ്ട്? 0 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 0 എഴുതി. പിന്നെ അടുത്തത് 1 ആണ്. 1 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 1 എഴുതി. ഇത് 15 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് എഴുതി തുടങ്ങാം. അപ്പോൾ 3 0 ഉണ്ട്. ഓക്കെ, 3 0 ഉണ്ട്. 2 1. ഇനി 2 എത്ര എണ്ണം ഉണ്ട്? 1 2 3 3 2 ഉണ്ട്. അപ്പോൾ 1 2 3 3 2. അടുത്തത് 3 1 2 2 3 ഉണ്ട്. ഇനി അടുത്തത് 4 ആണ്. 4 എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. 4 ഒരെണ്ണേ ഉള്ളൂ. 4. ഇനി അടുത്തത് 5 ആണ്. 5 എത്ര എണ്ണം ഉണ്ട്? 1 2 2 5. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 എണ്ണം ഉള്ളു. ഇവിടെ മിസ്സായി പോയിട്ടുണ്ട്. 0 3 എണ്ണം എഴുതി. 1 2 എണ്ണം എഴുതി. 2 1 2 3 ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. 4 എണ്ണം ഉണ്ട്. 2 ഒരെണ്ണം കൂടി എഴുതി. ഇനി 1 2 എണ്ണം ഉണ്ട്. 2 ഒരെണ്ണം കൂടി. ഇനി 3 1 2 3 2 എണ്ണം ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എഴുതിയത് കട്ട് ചെയ്യാം. 0 0 0. ഇനി 2 1 1 1. ഇനി 1 2 3 4 4 2 1 2 3 4 4 2. പിന്നെ 3 എത്ര ഉണ്ട്? 1 2 2 3 ഉണ്ട്. 1 2. ഇനി 4 എത്ര ഉണ്ട്? 4 ഒരെണ്ണേ ഉള്ളൂ. ഒരു 4 എഴുതി. അത് കട്ട് ചെയ്തു. ഇനി ബാക്കിയുള്ള 5s ആണ്. 5s എത്ര ഉണ്ട്? 1 2 3 5s ഉണ്ട്. ഓക്കെ, 1 2 3. അപ്പോൾ ഇതേപോലെ ലോങ് ഡാറ്റ തരുമ്പോൾ നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ കട്ട് ചെയ്തിട്ട് എഴുതുക. ഇനി ജസ്റ്റ് ചെക്ക് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, അപ്പോൾ 15 എണ്ണമാണ്. 15 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ n ചെക്ക് ചെയ്യുക. അതായത് നമ്പേഴ്സ് ചെക്ക് ചെയ്യുക. ഇവിടെ n ഈസ് ഈക്വൽ ടു ഓഡാണ് അല്ലേ? 15 എന്ന് പറയുന്ന ഓഡാണ്. ഓഡാണെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് n+1/2th ടേം ആയിരിക്കും. ഓക്കെ, ഓഡാണെങ്കിൽ മീഡിയൻ. ഇത് സിമ്പിളാണ്. ജസ്റ്റ് നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതേണ്ട കാര്യമുള്ളൂ.
n ഈസ് ഈക്വൽ ടു ഓഡ് ആണെങ്കിൽ മീഡിയൻ ഈസ് ഈക്വൽ ടു n+1/2th ടേം ആയിരിക്കും. അപ്പോൾ ഇവിടെ n എത്രയാണ്? n 15 ആണ്. n എത്രയാണ്? 15 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 15 + 1 16, 15 + 1/2, 15 + 1/2th ടേം, അല്ലെങ്കിൽ 15 + 1/2 അല്ല ആൻസർ, 15 + 1/2th ടേം. 15 + 1 16, 16/2 8. അപ്പോൾ 8ാമത്തെ ടേം ആണ് ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത്. 8th ടേം ആണ് നമ്മുടെ മീഡിയൻ. അപ്പോൾ 8th ടേം ഏതാ? 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പോൾ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. ഇനി n ഈവൻ ആയിരുന്നെങ്കിൽ, ഇപ്പോൾ n ഈവൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? n/2th ടേം കണ്ടുപിടിക്കുക. ഇനി n/2 + 1th ടേം കണ്ടുപിടിക്കുക. അതായത് n/2th ടേം കണ്ടുപിടിക്കുക. ഇനി n/2 + 1th ടേം കണ്ടുപിടിക്കുക. എന്നിട്ട് ഇവരുടെ ആവറേജ് എടുക്കുക. ഓക്കെ, ഇവരുടെ ആവറേജ് എടുക്കുക. അതായത് n/2th ടേം കണ്ടുപിടിക്കുക, n/2 + 1th ടേം കണ്ടുപിടിക്കുക, എന്നിട്ട് ആവറേജ് എടുക്കുക. ഇപ്പോൾ ഇവിടെ n 16 ആയിരുന്നെങ്കിൽ നോക്കിയേ, n/2th അതായത് 16/2 8th ടേം പ്ലസ് n/2 + 1, അതായത് 16/2 8 + 1 9th ടേം. അപ്പോൾ 8th ടേമിൻ്റെയും 9th ടേമിൻ്റെയും ആവറേജ് ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ഓഡ് ഓർ ഈവൻ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഓഡ് ആണെങ്കിൽ n+1/2th ടേം ആണ് മീഡിയൻ. ഈവൻ ആണെങ്കിൽ n/2th ടേം പ്ലസ് അല്ലെങ്കിൽ n/2th ടേം n/2 + 1th ടേമിൻ്റെ ആവറേജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സം ഓഫ് ₹9,800 gives simple interest of 4704 in 6 years. What will be the rate of interest per annum? അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫോമുല എന്താ? I is equal to PRT/100, വേർ I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്, P പ്രിൻസിപ്പിൾ ആണ്, R റേറ്റ് ആണ്, T ടൈം ആണ്, /100. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ I ഇവിടെ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് എത്രയാണ്? 4704 ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പിൾ 9800 ആണ്. റേറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ടൈം ഇവിടെ എത്രയാണ്? 6 ആണ്, /100. അപ്പോൾ 2 0 നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ R എന്നുള്ളത് എന്ത് കിട്ടി? R ഈസ് ഈക്വൽ ടു 4704 ഡിവൈഡഡ് ബൈ 98 ഇൻറ്റു 6. ഓക്കെ, 4704 ഡിവൈഡഡ് ബൈ 98 ഇൻറ്റു 6. നമുക്ക് 3 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ എത്രയാണ്? 2 വരും. ഇവിടെ എത്ര വരും? 1 17 5 റിമൈൻഡർ 20 6 18 8 1568. അതായത് 3 വെച്ച് കട്ട് ചെയ്തു. ഇനി 2 വെച്ച് വീണ്ടും കട്ട് ചെയ്യാം. എത്ര വരും? 7 14 ആണ്. അപ്പോൾ റിമൈൻഡർ 1 16 8 4. അപ്പോൾ 784 ഡിവൈഡഡ് ബൈ 98. R ഈസ് ഈക്വൽ ടു 784 ഡിവൈഡഡ് ബൈ 98. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഒന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും 2 വെച്ച് അല്ലെങ്കിൽ 4 വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല. 2 വെച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 7 വെച്ച് കട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ നോക്കിയേ, 784 98. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 4 ആണ്, ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 8 ആണ്. അപ്പോൾ 8ൻ്റെ കൂടെ എത്ര ഗുണിച്ചാലാണ് 4 വരിക? 8 × 8 64, അവിടെ 4 വരും. 8 × 3 24, അവിടെ 4 വരും. അപ്പോൾ 98 × 3 എന്ന് പറയുന്നത് 300-നേക്കാട്ടും താഴെയാണ്. അപ്പോൾ ഇതെന്തായാലും വരില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് 98 × 8 ചെയ്ത് നോക്കാം. 98 × 8 4 6 എത്ര കിട്ടി? 8 9 72 + 6 78 784. കണ്ടോ? അപ്പോൾ ഇത് എത്ര ഉത്തരം? 8 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ട് നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എത്രയും കട്ട് ചെയ്ത് സമയം കളയേണ്ട കാര്യം ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ 8 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 7 1/4 + 6 + 5 - 8 ഡിവൈഡഡ് ബൈ 4 - 1? സിംപ്ലിഫിക്കേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബോഡ് മാസ് പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ബോഡ് മാസ് പ്രിൻസിപ്പിൾ എന്താണ്? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്സ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ബ്രാക്കറ്റ് ആദ്യം ബ്രാക്കറ്റിലുള്ള ചെയ്യണം, പിന്നെ ഓഫ് വരുമ്പോൾ ചെയ്യണം. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയാണ്. ഡി എന്ന് പറയുന്ന ഡിവിഷനാണ്, M മൾട്ടിപ്ലിക്കേഷൻ, A അഡീഷൻ, S സബ്സ്ട്രാക്ഷൻ. നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സോൾവ് ചെയ്യാം. 7 1/4 എന്ന് പറയുന്നത് നോക്കിയേ,
4 into 7 28 plus 1 29 divided by 4 plus 6 plus ജസ്റ്റ് എഴുതി പോവാണ്. ഇനി 5 മൈനസ് 8 ഈ ഡിവൈഡഡ് ബൈ 4നെ ഞാൻ എന്ത് ചെയ്തു ഇൻറ്റു 1/4 എന്ന് എഴുതി. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു മൈനസ് 1 29/4 പ്ലസ് 6 പ്ലസ് ഇനി ബ്രാക്കറ്റിലുള്ള അത് ചെയ്യുക. ഇവിടെ എത്രയാണ് 2 വരും. 5 മൈനസ് 2 എത്രയാണ് 3. അപ്പോൾ 6 പ്ലസ് 3. ഇനി ഇവിടെ ഒരു -1 കിടപ്പുണ്ട് -1. ഈ ബ്രാക്കറ്റിലുള്ള ആദ്യം ചെയ്യുക. 6 പ്ലസ് 3 എത്രയാണ് 9. 9 മൈനസ് 1 എത്രയാണ് 8. അപ്പോൾ 29/4 പ്ലസ് 8. സോൾവ് ചെയ്യുക. 4 into 8 എത്രയാണ് 32. 32 പ്ലസ് 29 എത്രയാണ് 32 പ്ലസ് 29 എന്ന് പറയുന്നത് 61 ആണ്. അപ്പോൾ 61/4 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ 61/4 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് രോഹിത് ക്യാൻ കവർ എ ഡിസ്റ്റൻസ് ഓഫ് 1188 കിലോമീറ്റർ ഇൻ 22 hours, then what is the speed of രോഹിത്? രോഹിത്തിൻ്റെ സ്പീഡ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. പക്ഷേ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ ഡിസ്റ്റൻസ് കിലോമീറ്ററിലാണ്, ടൈം ഹവറിലാണ്. അപ്പോൾ ഇവിടെ കിലോമീറ്റർ പെർ ഹവറിലാണ് നമുക്ക് സ്പീഡ് കിട്ടുന്നത്. പക്ഷേ ഓപ്ഷൻസ് മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. നോക്കിയേ, കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുക ഇൻറ്റു 10/36 ചെയ്യുക, മൾട്ടിപ്ലൈ ബൈ 10/36. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് ആക്കാൻ നേരെ തിരിച്ചാക്കുക, ഇൻറ്റു 36/10 ഇൻറ്റു 36/10 ചെയ്യാം. മനസ്സിലായല്ലോ. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാണ് 1188 ഡിവൈഡഡ് ബൈ 22. ഇനി ഇത് കിട്ടുക കിലോമീറ്റർ പെർ ഹവറിലേക്കാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഡയറക്റ്റ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ എന്ത് ചെയ്തു ഇൻറ്റു 10/36 ചെയ്തു. ഇനി ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, 22 1188 2 വെച്ച് കട്ട് ചെയ്യാം 11 2 വെച്ച് കട്ട് ചെയ്യുന്നു 594 594 11 വെച്ച് കട്ട് ചെയ്യാം. ഇത് എത്രയാണ് 11 5s are 55 റിമൈൻഡർ 4 44 എത്ര വന്നു 4 വന്നു. ഓക്കെ, 54 വന്നു. അപ്പോൾ നോക്കി 54 × 10/36 ആണ്. വീണ്ടും 4 വെച്ച് അല്ലെങ്കിൽ 9 വെച്ച് കട്ട് ചെയ്യാലോ. 9 4 36 9 6 54. ഓക്കെ, ഇനി 6 × 10/4 60/4 S is equal to 60/4 എന്ന് പറയുന്നത് 15 ആണ്. 15 മീറ്റർ പെർ സെക്കൻഡ്. 60/4 എന്ന് പറയുന്നത് 15 ആണ്. 15 മീറ്റർ പെർ സെക്കൻഡ്. എത്രയാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. The average weight of a group of 24 students increases by 2 kg when the weight of teacher is also included. If the initial average weight of the group of 24 students was 30 kg, then what is the weight of the teacher? അതായത് എന്താണ് ക്വസ്റ്റ്യൻ? ഒരു 24 സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ ആവറേജ് വെയിറ്റ് എത്രയാണ്? അവരുടെ ആവറേജ് വെയിറ്റ് 30 ആയിരുന്നു. ഒരു ടീച്ചറും കൂടി വന്നപ്പോൾ പിന്നെ അവരുടെ ആവറേജ് വെയിറ്റ് എടുത്തപ്പോൾ എത്രയായി? 2 കൂടി അല്ലേ? 2 കൂടി എത്രയായി? 32 ആയി. അപ്പോൾ 2 രീതി ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് കൺവെൻഷനലായിട്ട് എത്രയാണ്? നമ്മുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സം ഡിവൈഡഡ് ബൈ നമ്പറാണ്, ടോട്ടൽ നമ്പർ. സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പറാണ്. അപ്പോൾ സം എന്ന് പറയുന്നത് ആവറേജ് ഇൻറ്റു നമ്പറാണ് അല്ലേ? അപ്പോൾ സം എന്ന് പറയുന്നത് ആവറേജ് ഇൻറ്റു നമ്പറാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിയേ, ആദ്യം ഇപ്പം 24 കുട്ടികളുടെ സമ്മ് എന്താണ്? വെയിറ്റ് അല്ലേ? വെയിറ്റിൻ്റെ സമ്മ് എക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 24 കുട്ടികളുടെ വെയിറ്റിൻ്റെ സമ്മ് എക്സ്, അല്ലെങ്കിൽ സമ്മ് തന്നെ എഴുതാം. അപ്പോൾ നോക്കിയേ, സമ്മ് ഡിവൈഡഡ് ബൈ എത്ര കുട്ടികളുണ്ട്? 24. അപ്പോൾ അവരുടെ ആവറേജ് ആയാലോ? അവരുടെ ആവറേജ് എത്രയാണ്? 30. ഓക്കെ, അപ്പോൾ ഈ സമ്മ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 × 30. ഓക്കെ, അപ്പോൾ ഈ സമ്മ് എന്ന് പറയുമ്പോൾ 24 × 30 അത്രയാണ്. 24 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 24 × 3 നിങ്ങൾ ചെയ്ത് നോക്കുക, 72 ആണ്. അപ്പോൾ എത്ര കിട്ടി? 720. ഓക്കെ, ആ സമ്മ് 720 കിട്ടി. അപ്പോൾ അത്രയും കുട്ടികളുടെ സമ്മ് 720 ആണ്. പ്ലസ് ടീച്ചർ ആഡ് ചെയ്യുന്നു. ആ ടീച്ചറിൻ്റെ വെയിറ്റ് എക്സ് ആണെന്ന് വിചാരിക്കുക.
ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എത്രയാണ്? ടോട്ടൽ നമ്പർ ഇപ്പോൾ 24 അല്ല 25 ആയി. കാരണം എന്താ? ആ ടീച്ചറും കൂടി വന്നല്ലോ. അപ്പോൾ 24 + 1 25 ടോട്ടൽ നമ്പറായി. ഇനി അവരുടെ പുതിയ ആവറേജ് എത്രയായി? പുതിയ ആവറേജ് 2 കൂടി അല്ലേ? ആവറേജ് ഇൻക്രീസസ് ബൈ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30 32 ആയി. അപ്പോൾ പുതിയ ആവറേജ് എത്രയാണ്? 32. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്യുക. 720 ഇവിടെ എഴുതാം. 720 + x ഈസ് ഈക്വൽ ടു 32 × 25. ഓക്കെ, 32 × 25. 32 × 25 ഗുണിച്ച് നോക്കുക. അല്ലെങ്കിൽ ഒരു എളുപ്പവഴിയുണ്ട്. 25 എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 100/4 എന്ന് എഴുതാം. 100/4 അല്ലേ? 100/4 25 അല്ലേ? ഇവിടെ നോക്കിയേ, 32/4 എത്രയാണ്? 8 ആണ് അല്ലേ? അപ്പോൾ ഇതെന്ത് കിട്ടി? 800 കിട്ടി. അപ്പോൾ ഈ 720 അങ്ങോട്ട് പോയാൽ എന്തായി? എക്സ് കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു 800 - 720 വിച്ച് ഈസ് ഈക്വൽ ടു 80. കണ്ടോ? അപ്പോൾ ടീച്ചറിൻ്റെ വെയിറ്റ് എത്രയാണ്? 80 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതൊരു മെത്തേഡ്. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. മൈൻഡ് കാൽക്കുലേഷനാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര കുട്ടികളുണ്ട്? 1 2 24 കുട്ടികളുണ്ട്. പ്ലസ് ടീച്ചറും കൂടി വന്നു. അപ്പോൾ 25ാമതായി. അപ്പോൾ ഞാനിവിടെ ടീച്ചറിന് എഴുതുകയാണ് അല്ലേ? ടീച്ചറും കൂടി വന്നു. അപ്പോൾ 25 പേരായി. ഇവരുടെ ആവറേജ് എത്രയാണ്? 32 ആണ് അല്ലേ? ഇവരുടെ ആവറേജ് 32 ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും വെയിറ്റ്, ആവറേജ് വെയിറ്റ്, എല്ലാവരുടെയും ആവറേജ് വെയിറ്റ് 32 ആണെന്ന് സങ്കല്പിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആവറേജ് എത്ര കിട്ടും? 32 കിട്ടും അല്ലേ? ഇപ്പോൾ നോക്കിയേ, 4 പേരുടെ വെയിറ്റ് 2 ആണെന്ന് വിചാരിക്കുക. 2 2 2 2. ഇവരുടെ ആവറേജ് നിങ്ങൾ എടുത്തു നോക്കിയോ. സം എത്രയാണ്? 1 2 3 4. സം 8 ഡിവൈഡഡ് ബൈ എത്ര പേരുണ്ട്? 1 2 3 4. 4 പേരുണ്ട്. അപ്പോൾ എന്തായി? വെയിറ്റ് 2 തന്നെ. അതായത് വെയിറ്റ് സെയിം ആണെങ്കിൽ ആവറേജ് സെയിം ആയിരിക്കും, 2 തന്നെ. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കിയേ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്ക് കിട്ടേണ്ട റിസൾട്ടൻ്റ് ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ എല്ലാവർക്കും 32 ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, സങ്കല്പിച്ചു. ഇനി ഇവിടെ നോക്കിയേ, ആദ്യത്തെ 24 പേർക്ക് എത്രയായിരുന്നു ആവറേജ്? 30 ആയിരുന്നു. അപ്പോൾ നോക്കിയേ, എല്ലാവർക്കും 30 ആണെന്ന് വിചാരിക്കുക. 30 30 30 30 24 പേർക്ക് 30 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആവറേജ് 30 ആയി. ഓക്കെ ആണല്ലോ? പക്ഷെ നമുക്ക് വേണ്ട വെയിറ്റ് എന്താണ്? 32 ആണ് വേണ്ടത്. അപ്പോൾ എത്ര വെച്ച് കൂടുന്നുണ്ട് ഒരാൾക്ക്? 2 വെയിറ്റ് വെച്ച് കൂടുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, 2 കൂടി 24 പേർക്കും 2 വെയിറ്റ് വെച്ച് കൂടി അല്ലേ? ഇനി ടീച്ചറുടെ വെയിറ്റ് എത്രയാണ്? ടീച്ചറിൻ്റെ ആവറേജ് വെയിറ്റ് 32 തന്നെയാണ് അല്ലേ? അസ്യൂം ചെയ്യാണ് ടീച്ചറിൻ്റെ ആവറേജ് വെയിറ്റ് 32 തന്നെയാണെന്ന് വിചാരിക്കുക അല്ലേ? അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് 32 കിട്ടുള്ളൂ. അപ്പോൾ നോക്കിയേ, ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചറിൻ്റെ ടോട്ടൽ വെയിറ്റ് ആയി. ടീച്ചറിൻ്റെ വെയിറ്റ് കിട്ടും. അപ്പോൾ നോക്കിയേ, എത്രയാണ്? ഈ 2 24 ടൈംസ് ഉണ്ട്. അപ്പോൾ 2 + എത്ര തവണ? 24 വരെ ഉണ്ട്. അപ്പോൾ 24 × 2 എത്രയായി? 48. ഇനി അവസാനത്തെ ടീച്ചറിൻ്റെ ആവറേജ് വെയിറ്റ് എത്രയാണ്? 32. അപ്പോൾ ഇത് കൂട്ടുക. 48 + 32 10 8. ഓക്കെ, 80. അപ്പോൾ 80 ആണ് ടീച്ചറിൻ്റെ വെയിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെല്ലിംഗ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ആർ 1333 ആൻഡ് 2150. വാട്ട് വിൽ ബി ദ ലോസ് പെർസെൻറ്റേജ്? അപ്പോൾ ലോസ് പെർസെൻറ്റേജിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ലോസ് ഡിവൈഡഡ് ബൈ CP × 100 ആണ്. ഓക്കെ, ഇവിടെ ലോസ് എന്ന് പറയുന്നത് എന്താണ്? CP - SP ഡിവൈഡഡ് ബൈ CP × 100. ഓക്കെ, CP > SP വരുമ്പോഴാണ് ലോസ് വരുന്നത്. അപ്പോൾ ലോസ് എന്ന് പറയുന്നത് CP - SP ആണ്. അപ്പോൾ ലോസ് എത്രയെന്ന് കണ്ടുപിടിക്കാം. ആദ്യം ലോസ് കണ്ടുപിടിക്കുക. എത്രയാണ്? ഇവിടെ കോസ്റ്റ് പ്രൈസ് വരുന്നത് 2150, സെല്ലിംഗ് പ്രൈസ് വരുന്നത് 1333. ഡിഫറൻസ് എടുക്കുക. 10 - 3 ഇത് 10 അല്ലേ? 10 ഇത് എത്ര? 4. 10 - 3 7, 4 - 3 1, ഇത് 11 ആയി. 11 - 3 8, ഇത് പോയി. അപ്പോൾ 817 ആണ് ലോസ്. അപ്പോൾ നോക്കി, 817 ഡിവൈഡഡ് ബൈ CP എത്രയാണ്? 2150 അല്ല, CP 2150 2150 × 100. ഓക്കെ, 2150 × 100. 0 0 കട്ട് ചെയ്തു. 5 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ നോക്കിയാൽ 5 വെച്ച് കട്ട് ചെയ്തു. 5 4s are 20, റിമൈൻഡർ 1 15, 5 3s are 15. ഇവിടെ 5 2 10.
അപ്പോൾ 817 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 43. അപ്പോൾ 817 ഇൻറ്റു 2 ചെയ്യുക. 817 ഇൻറ്റു 2 14, 1, 3, 16. ഓക്കെ, 1634. അപ്പോൾ 1634 ഡിവൈഡഡ് ബൈ 43 ചെയ്ത് നോക്കുക. ഇവിടെ നോക്കിയാൽ 43 ഇൻറ്റു 4 എന്ന് പറയുന്നത് 172 അപ്പോൾ 43 ഇൻറ്റു 3 വരെ പോളൂ. 43 ഇൻറ്റു 3 എത്രയാണ്? 129. സി അപ്പോൾ 3 ഇവിടെ 3 വരുന്ന ഓപ്ഷൻ ഒരേ ഒരെണ്ണമുള്ളൂ എ. അപ്പോൾ അത്രയും ചെയ്താൽ മതി. 38% കറക്റ്റ് ആൻസർ. ഇവിടെ 30 സംതിങ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അത്രയും ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. 38 മാത്രം, 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കുത്തുക അല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. If the diameter of a circle increases by 15%, then what will be the percentage increase in its area? ഓക്കെ, അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ എത്ര ശതമാനം ഇൻക്രീസ് ചെയ്യാണ്, അങ്ങനെയാണെങ്കിൽ ഏരിയയ്ക്ക് ഉണ്ടാകുന്ന മാറ്റം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, ഇപ്പോൾ ഡയമീറ്റർ ആയിക്കോട്ടെ റേഡിയസ് ആയിക്കോട്ടെ, ഏരിയയുടെ എഫക്റ്റീവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമുല ഉണ്ട്. നിങ്ങൾ ആ ഫോർമുല അപ്ലൈ ചെയ്യുക. എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100. എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100. അതായത് എയും ബിയും, ഇവിടെ എയും ബിയും എന്ന് പറയുന്നത് എത്രയാണ്? ഇൻക്രീസ് ചെയ്ത പെർസെൻറ്റേജ് ആണ്. ഇവിടെ സെയിം ആണ് അല്ലേ, ഡയമീറ്റർ സെയിം ആണ്, 15% ആണ്. അപ്പോൾ എയും ബിയും 15 തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 15 പ്ലസ് 15 പ്ലസ് 15 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 100. 15 പ്ലസ് 15 30. 15 ഇൻറ്റു 15, 15ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 225 ആണ്. ഓക്കെ, സ്ക്വയേഴ്സൊക്കെ അത്യാവശ്യം പഠിച്ചു വെക്കുക. 15ൻ്റെ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 225 ആണ്. അപ്പോൾ എത്ര കിട്ടി? 15 പ്ലസ് 15 30 പ്ലസ് 225 ബൈ 100 എന്ന് പറഞ്ഞാൽ 2.25. അപ്പോൾ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 32.25. ഓക്കെ, 32.25%. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് എന്ന് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും. അതായത് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ് അല്ലേ. ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r² എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r ഇൻറ്റു r എന്ന് പറയാം. അല്ലെങ്കിൽ ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിൻ്റെ പകുതിയാണ്. അപ്പോൾ d/2 ഇൻറ്റു d/2 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡയാമീറ്റർ സ്ക്വയർ ആണ് അല്ലേ. ഏരിയ കോൺസ്റ്റൻസ് മാറ്റിയാൽ ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡയാമീറ്റർ സ്ക്വയർ. അതായത് 2 പ്രാവശ്യം ഡയമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ d ഇൻറ്റു ഡി അല്ലേ, d ഇൻറ്റു ഡി. അതായത് 2 പ്രാവശ്യം എഫക്റ്റ് 15% വെച്ച് മാറുന്നുണ്ട് അല്ലേ, 2 ടൈംസ്. അപ്പോൾ നമ്മൾ എഫക്റ്റീവ് പെർസെൻറ്റേജ് എടുക്കും. അപ്പോൾ 2 പ്രാവശ്യം മാറ്റം വന്നാൽ, 2 പ്രാവശ്യം ശതമാനത്തിൽ മാറ്റം വന്നാൽ നമ്മൾ എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100 എന്ന് പറഞ്ഞ ഫോർമുല ആയിരിക്കും എടുക്കുക. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ കേസിലും ഇത് തന്നെയായിരിക്കും. അതായത് ലെങ്ത്ത് 10% കൂട്ടി, ബ്രെഡ്ത്ത് 20% കൂട്ടി. അങ്ങനെയാണെങ്കിൽ ഏരിയയ്ക്ക് ഉണ്ടാവുന്ന മാറ്റം, അവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. അപ്പോൾ 2 ഡയമെൻഷനും മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലെങ്ത്ത്, ഇവിടെ ബ്രെഡ്ത്ത്, ഇവിടെ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ബൈ 100 അല്ലേ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫോമിലാണ് എഫക്റ്റീവ് പെർസെൻറ്റേജിന് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇവിടെ നോക്കിയാൽ ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു d² ഡയമീറ്റർ സ്ക്വയർ, അതായത് d ഇൻറ്റു ഡി. 2 തവണ മാറ്റും, d ഇൻറ്റു ഡി. അപ്പോൾ 2 തവണ പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മോഹിത് ഗോസ് ടു ഹിസ് ഓഫീസ് അറ്റ് ദ സ്പീഡ് ഓഫ് 10 m/s ആൻഡ് റിട്ടേൺസ് ടു ഹിസ് ഹോം അറ്റ് ദ സ്പീഡ് ഓഫ് x km/h. ഇനി ഒരു സെക്കൻഡ് കൂടി. അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫോർമുല നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, ഫോർമുല ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ ചെയ്യും? ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ഓക്കെ, ഇവിടെ റേഡിയസ് ആയാലും ഡയമീറ്റർ ആയാലും സെയിം ആണ്. എന്ന് വെച്ചാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വരുമ്പോൾ റേഡിയസും ഡയമീറ്റർ സെയിം ആവും. ഇനി അഥവാ ഇപ്പോൾ ഡയമീറ്റർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്, അപ്പോൾ നമുക്ക് ഡയമീറ്റർ വെച്ച് തന്നെ ചെയ്യാം. r = d/2 ആണ്. അപ്പോൾ r² എന്ന് പറയുന്നത് d²/4 എന്ന് വരും. ഓക്കെ, r എന്ന് പറയുന്നത് d/2 ആണ്. r² എന്ന് പറയുന്നത് എത്ര വരും? d²/4 എന്ന് വരും. അപ്പോൾ a = πd²/4. നിങ്ങൾ എന്ത് ചെയ്യുക? d², അതായത് ഡിക്ക് ഒരു 10 ഇട്ട് കൊടുക്കുക. ഈ π/4 കോൺസ്റ്റൻ്റ് ആണല്ലോ. a =
π/4 ഇൻറ്റു π/4 ഡി, ഡിക്ക് 10 ഇട്ട് കൊടുക്കുക, ഡി ഈക്വൽ ടു 10. അപ്പോൾ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയായി? 100 ആയി. ഓക്കെ അല്ലേ? ഇനി എത്ര ശതമാനം ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്ന? 15% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 10ന്റെ 15% എടുക്കുക, എത്രയാണ്? 1.5. ഓക്കെ, അപ്പോൾ എത്ര? 1.5 ഇൻക്രീസ് ചെയ്തു, അതായത് 11.5 ഇൻക്രീസ് ചെയ്തു. 11.5 ഇൻക്രീസ് ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യാം? ഇവിടെ 11.5 ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് 132.25 എന്ന് കിട്ടും. A is equal to π/4 ഇൻറ്റു 132.25. ഓക്കെ, അപ്പോൾ π/4 ഇവിടെ സെയിം ആണ്. നോക്കിയേ, 100 എന്നുള്ളത് 132.25 ആയി. അപ്പോൾ എത്രയായി? 32.25% കൂടി. കണ്ടോ? 100 എന്നുള്ളത് 132.25 ആയി. അപ്പോൾ 32.25. അപ്പോൾ ഡി എന്നുള്ളത് 11.5. 11.5യുടെ സ്ക്വയർ എടുത്താൽ എത്ര കിട്ടും? 132.25 എന്ന് കിട്ടും അല്ലേ? ചെക്ക് ചെയ്ത് നോക്കുക. 5, 7, 5, 575, 115, 115, 5, 12, 2, 3. ആണ്ടാ, നിങ്ങൾ എൻ്റെ കൂടെ ചെയ്ത് നോക്കുക. 11.5യുടെ സ്ക്വയർ 132.25. ഇത് കുറച്ചും കൂടി കാൽക്കുലേറ്റീവ് ആണ്. അപ്പോൾ ഇതിന് വരെ നമ്മൾ ആ ഫോർമുല ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ 10 ഇട്ടത് ഇവിടെ 100 കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ആ ഡിഫറൻസ് എടുത്താൽ കറക്റ്റ് പെർസെൻറ്റേജ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. മോഹിത് ഗോസ് ടു ഹിസ് ഓഫീസ് അറ്റ് ദ സ്പീഡ് ഓഫ് 10 m/s ആൻഡ് റിട്ടേൺസ് ടു ഹിസ് ഹോം at the speed of x km/h. If the average speed of Mohit for the whole journey is 12 m/s, then what is the value of x? ഓക്കെ, അപ്പോൾ ആവറേജ് സ്പീഡ്, അതായത് ഇവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ഇപ്പോൾ ഒരാളുടെ വീട് എ ആണെന്ന് വിചാരിക്കുക, ആ പോയിന്റ് എ ആണെന്ന് വിചാരിക്കുക, ഓഫീസ് ബിയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ എ ടു ബിയിൽ പോയി ബി ടു എയിൽ വന്നു. അപ്പോൾ അവിടെ ഡിസ്റ്റൻസിന് മാറ്റമില്ല. ഓക്കെ, ഡിസ്റ്റൻസിൽ മാറ്റമില്ലെങ്കിൽ ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല, ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 2 × v1 × v2 ഡിവൈഡഡ് ബൈ v1 + v2. ഓക്കെ, ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല 2 × v1 × v2 ഡിവൈഡഡ് ബൈ v1 + v2. ഇതാണ് ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല. v1 എന്ന് പറയുന്നത് എ ടു ബിയിലേക്ക് പോയ സ്പീഡായിരിക്കും. v2 എന്ന് പറയുന്നത് ബിയിൽ നിന്നും എയിലേക്ക് വന്ന സ്പീഡായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആവറേജ് സ്പീഡ് ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 12 is equal to 2 × അങ്ങോട്ട് പോയ സ്പീഡ് എത്രയാണ്? v1 എത്രയാ? 10. തിരിച്ച് ഇങ്ങോട്ട് വന്ന സ്പീഡ് തന്നിട്ടില്ല, v2 തന്നിട്ടില്ല. അപ്പോൾ അത് x എന്ന് എടുക്കുക, x ഡിവൈഡഡ് ബൈ v1 + v2, അതായത് 10 + x. ഓക്കെ, ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. 2 × 6 ആണ് 12. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 10 + x അല്ലേ? അപ്പോൾ 6 × 10 60 + 6x ഈസ് ഈക്വൽ ടു 10 × x എത്രയാണ്? 10x. ഇനി ഈ 6x ഇങ്ങോട്ട് പോട്ടെ. അപ്പോൾ 10x - 6x എന്തായി? 4x ഈസ് ഈക്വൽ ടു, ഇവിടെ 60 ഉണ്ട്, 60. ഓക്കെ, 4x ഈസ് ഈക്വൽ ടു 60. അപ്പോൾ x ഈസ് ഈക്വൽ ടു എത്രയായി? 60/4. അത് എത്രയാണ്? 15. ഓക്കെ, പക്ഷേ 15 ഈ ഓപ്ഷനിലില്ല. 15 ഓപ്ഷൻ ബി അതിലുണ്ട്, പക്ഷെ അത് ശരിയാണോ? അല്ല. കാരണം എന്താ? ഇവിടെ യൂണിറ്റ് നോക്കിയേ, 10 m/s, 12 m/s. ഈ എക്സ് നമ്മൾ എടുത്തേക്കണത് m/s ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടുന്നത് 15 m/s കിട്ടുന്നത്. 15 m/s ഉത്തരം കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഓപ്ഷൻസിൽ യൂണിറ്റ് നോക്കിയേ, km/h ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് 15 കിട്ടിക്കഴിഞ്ഞാൽ അറിയാതെ ഇത് കുത്തിപ്പോവും, നമ്മുടെ മാർക്ക് പോവും. അപ്പോൾ m/s km/h ആക്കുക. 15 m/s ആണ്. m/s km/h എങ്ങനെയാക്കും? ഇൻറ്റു 36/10. 5 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ 3, ഇവിടെ 2, 36/2 എന്ന് പറയുന്നത് 18 ആണ്. 18 × 3 54. ഓക്കെ, 54 km/h ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. If A is to B is equal to 7 is to 8 and B is to C is equal to 7 is to 9, then what is the ratio of A is to B is to C?
A/B/Cയുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു എളുപ്പവഴിയുണ്ട്, നിങ്ങൾ ABC എന്ന് എഴുതുക. A/B എത്രയാണ്? 7:8. അപ്പോൾ ഇവിടെ എഴുതുക 7:8. ഇനി അടുത്തത് B/C തന്നിട്ടുണ്ട്, എത്രയാണ്? 7:9. അപ്പോൾ അതെന്ത് ചെയ്യുക? താഴെ എഴുതുക B 7. ഇവിടെ ഓൾറെഡി 8 എഴുതിയില്ലേ? 7. ഇനി E/C 9. 7:9. ഇങ്ങനെ ഒരു വര വരയ്ക്കുക. ഇനി ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഗ്യാപ്പൊക്കെ തൊട്ടടുത്ത നമ്പർ വെച്ച് ഫില്ല് ചെയ്യുക. അതായത് ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ തൊട്ടടുത്ത നമ്പർ ഏതാ? 8. അപ്പോൾ ആ 8 എഴുതുക. ഇനി ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ തൊട്ടടുത്ത നമ്പർ ഏതാ? 7. അപ്പോൾ ആ 7 എഴുതുക. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 7 × 7 എത്രയാണ്? 49. 8 × 7 എത്രയാണ്? 56. 8 × 9 എത്രയാണ്? 72. ഇതാണ് റേഷ്യോ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇല്ല. 49, 56, 72. ഓപ്ഷനിലുണ്ടോ നോക്കിയേ. ഓപ്ഷൻ ബി. ഓക്കെ, 49, 56, 72. അടുത്ത ക്വസ്റ്റ്യൻ. Rohit multiplies a number by 2 instead of dividing the number by 2. Resultant number is what percentage of the correct value? Okay, resultant number is what percentage of the correct value? അതായത് രോഹിത്ത് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യേണ്ടതിന് പകരം അയാൾ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ ആ നമ്പർ 100 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ശരിക്കും 2 വച്ച് ഡിവൈഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര കിട്ടിയേനെ? 50 കിട്ടിയേനെ. പക്ഷേ അദ്ദേഹം എന്താണ് ചെയ്തത്? 2 വച്ച് മൾട്ടിപ്ലൈ ആണ് ചെയ്തത് അല്ലേ? 2 വച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 200 കിട്ടി അല്ലേ? ഇനി ഈ 200, അതായത് റിസൾട്ടൻ നമ്പർ എന്ന് പറഞ്ഞാൽ 200 ആണ്. ഈ 200 50-ൻ്റെ എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 200 ഡിവൈഡഡ് ബൈ 50 × 100 എന്ന് എഴുതുക. ഇതാണ് ഉത്തരം. ഓക്കെ, അതായത് 200 എന്ന് പറയുന്നത് 50-ൻ്റെ എത്ര ശതമാനമാണ്? ഇങ്ങനെ വരിക, 50-ൻ്റെ എത്ര ശതമാനമാണ്. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, 200 × 100/50 അതല്ലേ എഴുതിയേക്കണേ, കണ്ടാ? ഓക്കെ, ഇനി സോൾവ് ചെയ്യുക. 50 × 2 ആണ് 100, 200 × 2 400. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ആൻഡ് എ സർക്കിൾ ആർ സെയിം. If the area of the circle is 1386 centimeter square, then what will be the area of the square? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്ററും ഒരു സർക്കിളിൻ്റെ പെരിമീറ്ററും സെയിം ആണെന്ന് തന്നു അല്ലേ? സെയിം ആണ്. ഓക്കെ, ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ ഈസ് സെയിം ആസ് ദ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പോൾ സ്ക്വയറിൻ്റെ സൈഡ് എ ആണെങ്കിൽ ഇവിടെ നോക്കിയാൽ എല്ലാ സൈഡും സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാ സൈഡും എ ആണ്. അപ്പോൾ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്താണ്? 4a അല്ലേ? 4a = ഇനി സർക്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ്? സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. ഓക്കെ, 2πr ആണ്. ഇനി ഏരിയ ഓഫ് ദ സർക്കിൾ തന്നിട്ടുണ്ട്, എത്രയാണ്? 1386 cm². അപ്പോൾ ഏരിയ ഓഫ് ദ സർക്കിൾ എന്താണ്? ഏരിയ ഓഫ് ദ സർക്കിൾ πr² ആണ് അല്ലേ? ഏരിയ ഓഫ് ദ സർക്കിൾ πr² ആണ്. πr² = 1386 എന്ന് തന്നിട്ടുണ്ട്. πr² = 1386. അപ്പോൾ നോക്കിയേ, 22/7, പൈ എന്ന് പറഞ്ഞാൽ 22/7 ആണ്. r² = 1386. അപ്പോൾ നമുക്ക് 22 എന്ന് പറയുന്നത് എത്രയാണ്? 11 × 2 ആണ്. അപ്പോൾ 11-ൻ്റെ ഡിവിസിബിലിറ്റി ആയിരിക്കും ഇത് രണ്ടും. അപ്പോൾ 11 വെച്ച് കട്ട് ചെയ്യാം. 11 2 22. ഇനി 11 1 13, ശിഷ്ട 2 28, 2 ശിഷ്ട 6 66, 11 6 66. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നോക്കിയേ, ഇനി ഈ 2 വീണ്ടും കട്ടിയാലോ? 2 × 6 12, 2 × 3 6. അപ്പോൾ 126/2 എന്ന് പറയുന്നത് 63 ആണ്. ഇനി ഈ 7 ഇങ്ങോട്ട് പോട്ടെ. അപ്പോൾ r² എന്ന് പറയുന്നത് 63 × 7 ആണ് അല്ലേ? ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. r² = 63 എന്നുള്ളത് 9 × 7 × 7. അപ്പോൾ r എന്ന് പറയുന്നത് എന്താണ്? r എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ടാണ് അല്ലേ? അപ്പോൾ നോക്കിയേ, 9-ൻ്റെ റൂട്ട് എത്രയാണ്? 3. 7 × 7, 7 × 7-ൻ്റെ റൂട്ട് എത്രയാണ്? 7. അപ്പോൾ r = എത്ര വന്നു? 21 വന്നു. r = 21. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക. അതായത് 7 ആവുമ്പോൾ ഏരിയ 154. 7 ആവുമ്പോൾ ഏരിയ എന്ന് പറയുന്നത് 154. 14 ആകുമ്പോൾ
ഏരിയ എന്ന് പറയുന്നത് 616 ആണ്, 616 ആണ്. 621 ആവുമ്പോൾ ഏരിയ എന്ന് പറയുന്നത് 1386 ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് പഠിച്ചു വെച്ചാൽ, ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്ക് ഇങ്ങനെ ഏരിയ ഓഫ് ദി സർക്കിൾ 1386 എന്ന് കാണുമ്പോൾ R = 21 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് സൈഡ് കണ്ടുപിടിക്കാം. ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് അത്രയും ടൈം സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അവിടെ ഇപ്പോൾ നമുക്ക് 621 കിട്ടി, നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 4a = 2 ഇൻറ്റു പൈ എത്രയാ 22/7 ഇൻറ്റു R എത്രയാ 21. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കിയാൽ 7 ഇൻറ്റു 3 ആണ് 21. 2 വെച്ച് കട്ട് ചെയ്തു, ഇവിടെ 2, ഈ 2 ഇവിടെ വെച്ച് കട്ട് ചെയ്തു, ഇവിടെ 11. അപ്പോൾ ഏരിയ = 11 ഇൻറ്റു 3 എത്രയാണ് 33. ഏരിയ അല്ല, എ സൈഡ് A = 11 ഇൻറ്റു 3 33. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ സൈഡ് എ ആണെങ്കിൽ അവൻ്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ ഓഫ് ദി സ്ക്വയർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏരിയ ഓഫ് ദി സ്ക്വയർ എന്ന് പറയുന്നത് A² ആയിരിക്കും. സൈഡ് ഓഫ് ദി സ്ക്വയറിൻ്റെ സ്ക്വയർ ആണ് ഏരിയ, സൈഡിൻ്റെ സ്ക്വയർ. അപ്പോൾ സൈഡ് ഇവിടെ നമുക്ക് എത്ര കിട്ടി? 33 കിട്ടി. സ്ക്വയറിൻ്റെ സൈഡ് 33, അപ്പോൾ 33ൻ്റെ സ്ക്വയർ എടുക്കുക, അതായിരിക്കും ഏരിയ. ഇവിടെ നോക്കിയേ, 33ൻ്റെ സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല. ഇവിടെ നോക്കിയാൽ 3ൻ്റെ സ്ക്വയർ എടുത്താൽ എത്രയാണ്? ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് കിട്ടുക 9 ആണ് കിട്ടുക. 9 ഉള്ള എന്ത് ഉത്തരമാണുള്ളത്? ഏത് ഉത്തരമാണുള്ളത്? ഇവിടെ മാത്രമാണ് 9 ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. നമ്മൾ ചെയ്ത് നോക്കാം. 33 ഇൻറ്റു 33 അല്ലെങ്കിൽ 33ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1089 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Rohan purchased tables at the rate of 275 per table. If he sells 16 tables for 5060, then what will be the profit percentage? Profit percentage എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 16 ടേബിളിൻ്റെ കച്ചവടമാണ്. 16 ടേബിൾ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 5060 രൂപയ്ക്ക്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, സെല്ലിംഗ് പ്രൈസ് ഓഫ് 16 ടേബിൾസ് എന്ന് പറയുന്നത് 5060 ആണ്. ഇനി അപ്പോൾ കോസ്റ്റ് പ്രൈസ് കാണണ്ടേ, നല്ല പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഒരു ടേബിളിന് 275 രൂപയാണ്. ഇവിടെ 16 ടേബിളിൻ്റെ കച്ചവടമാണ്. അപ്പോൾ 16 ടേബിളിന് എത്രയായി കോസ്റ്റ് പ്രൈസ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 16 ഇൻറ്റു 275. ഇത് എത്രയെന്ന് കണ്ടുപിടിക്കുക. 275 ഇൻറ്റു 16, 6 5 30, 3 ഇവിടെ, 6 7 42, 45, 4 ഇവിടെ, 6 2 12, 16. ഇവിടെ 275, 275, 0 10 14 4, 4400. 4400 ആണ് എന്ത്? കോസ്റ്റ് പ്രൈസ്. ഇനി നമുക്ക് വേണ്ടത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ഫോർമുല എന്താണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100. പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് SP മൈനസ് CP ആണ് പ്രോഫിറ്റ് അല്ലേ? SP മൈനസ് CP ആണ് പ്രോഫിറ്റ്. അത് രണ്ട് മൈനസ് ചെയ്യുക. 5060 മൈനസ് 4400. ഇവിടെ 0, ഇവിടെ 6, ഇവിടെ 10 ആണ്. 10 മൈനസ് 4 6. ഇവിടെ ശിഷ്ടം പോയി 0. 460 ആണ് പ്രോഫിറ്റ്. അപ്പോൾ എത്ര വന്നു? 460 ഡിവൈഡഡ് ബൈ 4400 ഇൻറ്റു 100. ഇതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. 0 0 കട്ട് ചെയ്തു. ഇനി 4 വെച്ച് കട്ട് ചെയ്യാലോ. ഇവിടെ 11, ഇവിടെ എത്രയാണ്? 105. 4 1 4, 105 അല്ല, 1 4 1 4, ഇവിടെ 1 ശിഷ്ടം 2 20, 5 4 20, 115 ആണ് കേട്ടോ. 460 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് 115 ആണ്. അപ്പോൾ 115 ഡിവൈഡഡ് ബൈ 11 ചെയ്ത് നോക്കുക, അതായിരിക്കും ഉത്തരം. 115 ഡിവൈഡഡ് ബൈ 11. അപ്പോൾ എത്ര കിട്ടും? 10 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടുക. അതൊന്നും ഓപ്ഷനിലില്ല. നമുക്ക് എവിടെയെങ്കിലും തെറ്റിപ്പോയെന്ന് നോക്കുക. ആ 10 മൈനസ് 4 എന്ന് പറയുന്നത് ഇവിടെ 6 ആണ്. സോറി കേട്ടോ, 10 മൈനസ് 4 തെറ്റിപ്പോയി, 6 ആണ്. 660 ആണ് പ്രോഫിറ്റ്. അപ്പോൾ നോക്കിയേ പെർസെൻറ്റേജ് 660 ഡിവൈഡഡ് ബൈ 4400 ഇൻറ്റു 100. 2 0 കട്ട് ചെയ്തു. 11 വെച്ച് കട്ട് ചെയ്യാം. 11 4 44,
11 6 66 6 ഇവിടെ ഒരു 0 ഉണ്ട് 60. ഇനി 60/4 എത്രയാണ് 60/4? 60/2 30, 30/2 15. അപ്പോൾ 60/4 എത്രയാണ്? 15. 15% പ്രോഫിറ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If highest common factor of two numbers is 8, then which of the following cannot be their least common multiple? അതായത് HCF 8 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ തന്നിരിക്കുന്നത് LCM അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഈ HCFും LCMും എന്തൊക്കെ വന്നാലും LCMൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും HCF അല്ലേ? ഇപ്പോൾ നോക്കിയേ, ഫോർ എക്സാമ്പിൾ 6ഉം 12ഉം ഇവരുടെ LCM എന്താണ്? ഇവരുടെ LCM 12 ആണ്. ഇവരുടെ HCF എന്താണ്? ഇവരുടെ HCF എന്ന് പറയുന്നത് 6 ആണ്. HCF എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്പറിനെ ഹരിക്കാൻ പറ്റിയ ഏറ്റവും മാക്സിമം ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇവിടെ നോക്കി 6നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റും, 12നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ HCF 6. LCM എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്പറുകൾ കൊണ്ടും ഹരിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ നമ്പർ. അതായത് 6 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 12 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അതെന്താണ്? 12 ആണ്. 12നെ 6 കൊണ്ട് ഹരിക്കാം, 12നെ 12 കൊണ്ട് ഹരിക്കാം. അതാണ് ഏറ്റവും ലീസ്റ്റ് നമ്പർ. അപ്പോൾ അതാണ് LCM. അപ്പോൾ നോക്കിയേ, ഈ 12ൻ്റെ ഒരു ഫാക്ടർ തന്നെയാണ് 6. മനസ്സിലായില്ലേ? അതായത് 12നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. എത്രയാണ്? 12/6 2 അല്ലേ? 6 × 2 12. അപ്പോൾ 12ൻ്റെ ഫാക്ടറാണ് HCF. LCMൻ്റെ ഫാക്ടറാണ് HCF. അപ്പോൾ ഇവിടെ ഏതാണ് 8 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തത് എന്ന് നോക്കിയാൽ മതി. അതെന്താ? LCM അല്ല. നോക്കിയേ, HCF 8 ആണ്. 72/8 ഹരിക്കാൻ പറ്റും. എത്രയാ? 9. 24/8 ഹരിക്കാൻ പറ്റും. എത്രയാ? 3. 48/8 ഹരിക്കാൻ പറ്റും. എത്ര? 6. 68/8 പറ്റില്ല. അപ്പോൾ ഇതാണ് ഉത്തരം. ഇതാണ് LCM ആകാൻ പറ്റാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. P and Q together can complete a work in 105 days. Q and R together can complete the same work in 90 days. P and R together can complete the same work in 126 days. In how many days P, Q, R together can complete the same work? അപ്പോൾ ടൈം ആൻഡ് വർക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. P and Q ഒരു വർക്ക് 105 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. Q and R ഒരു വർക്ക് 90 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. P and R ഒരു വർക്ക് എത്രയാണ്? 126 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. P, Q, R അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് എപ്പോൾ വർക്ക് തീർക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടൈം ആൻഡ് വർക്കിലെ ബേസിക് ഫോർമുല എന്ന് പറയുന്നത് വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ഡേയ്സ് ആണ്. വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ഡേയ്സ് ആണ്. അപ്പോൾ ഈ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡേയ്സിൻ്റെ എല്ലാം LCM ആണ് വർക്കായിട്ട് എടുക്കുക കേട്ടോ. ഹരിക്കാൻ എളുപ്പമായതുകൊണ്ട് നമ്മൾ LCM ആണ് വർക്കായിട്ട് എടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് എഴുതി പോവാം. അപ്പോൾ P and Q ഞാനിങ്ങനെ എഴുതുകയാണ്. P and Q, Q and R, R and Q, അതായത് P plus Q. P and Q എത്ര ദിവസം കൊണ്ട് തീർക്കും? 105 ദിവസം കൊണ്ട് തീർക്കും. ഇവിടെ ഡേയ്സ് എഴുതി. 105 ദിവസം കൊണ്ട് തീർക്കും. Q and R എത്ര ദിവസം കൊണ്ട് തീർക്കും? Q and R 90 ദിവസം കൊണ്ട് തീർക്കും. ഇനി P and R, സോറി R and P ആണ്. R and P. P and R എത്ര ദിവസം കൊണ്ട് തീർക്കും? 126 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ 105, 90, 126. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ LCM കണ്ടുപിടിക്കുക. 105, 90, 126. അപ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുക. 105, 90, 126 ഇങ്ങനെ കണ്ടുപിടിക്കുക. പ്രൈം നമ്പർ കൊണ്ട് ഹരിച്ചു നോക്കുക. 3 കൊണ്ട് ഹരിച്ചു നോക്കുക. ഇത് എത്രയായി? 35. ഇത് എത്രയായി? 30. ഇത് എത്രയാണ്? 42 അല്ലേ? വീണ്ടും 5 കൊണ്ട് ഹരിക്കുക. 5. ഇത് എത്ര? 7, 6. ഇത് 42 തന്നെ. ഇനി 7 കൊണ്ട് ഹരിക്കാമല്ലോ. 7, 7, 1, 6, 6. ഓക്കെ, ഇനി 2 കൊണ്ട് ഹരിക്കാം. 2, 1, 3, 3. ഇനി 3 കൊണ്ട് ഹരിക്കാം. 3, 1, 1, 1. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. ഈ സൈഡിൽ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു എത്ര വന്നു? 3 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 2 ഇൻറ്റു 3 അല്ലേ? 3 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 2 ഇൻറ്റു 3. ഇതാണ് LCM. 3 ഇൻറ്റു 5 15. 15 ഇൻറ്റു 7 105. 105 ഇൻറ്റു 2 210. 210 ഇൻറ്റു 3 630. അപ്പോൾ 630 ആണ് LCM. 630 ആണ് LCM.
ഇനി അപ്പോൾ ഇവിടെ LCM 630 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ വർക്ക് ഇവിടെ 630 എടുക്കും ആണല്ലോ. ടോട്ടൽ വർക്ക് 630. അപ്പോൾ ഇവരുടെ എല്ലാ എഫിഷ്യൻസി എഴുതുക. എഫിഷ്യൻസി എത്രയാണ്? എഫിഷ്യൻസി എന്ന് പറയുന്നത് വർക്ക് ബൈ ഡേയ്സ് ആണ്. അപ്പോൾ പി ആൻഡ് ക്യൂവിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 630/105 അല്ലേ? പി പ്ലസ് ക്യൂവിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 630/105. ഇത് എത്രയാണ്? 6 എന്ന് കിട്ടും അല്ലേ? 105. നിങ്ങൾ 5 വെച്ച് കട്ട് ചെയ്ത് നോക്കിയോ, എന്നിട്ട് 3 വെച്ച് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ 105 × 6 എത്രയാണ്? 100 6 600 5 6 30 630 കണ്ടോ? അപ്പോൾ എഫിഷ്യൻസി 6. ഇനി ക്യൂ പ്ലസ് ആറിൻ്റെ എഫിഷ്യൻസി 630/90. 0 കട്ട് ചെയ്തു. 63/9 എത്രയാണ്? 7. അപ്പോൾ എഫിഷ്യൻസി എത്ര കിട്ടി? 7 കിട്ടി. ഇനി ആർ ആൻഡ് പിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ ആർ ആൻഡ് പിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 630 ടോട്ടൽ വർക്ക്. ഡേയ്സ് എത്രയാ? 126. അപ്പോൾ എഫിഷ്യൻസി കിട്ടും. 126 × 5 ആണ് 630. ഓക്കെ, 9 വെച്ച് കട്ട് ചെയ്യാം. 70. ഇതെത്ര കിട്ടും? 1 14. 14 × 5 അല്ലെങ്കിൽ 7 വെച്ച് കട്ട് ചെയ്യാം. 2. ഇവിടെ 10. 10/2 എത്രയാണ്? 5. ഓക്കെ, അപ്പോൾ പി പ്ലസ് ആറിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 5 ആണ് എഫിഷ്യൻസി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ എഫിഷ്യൻസി എല്ലാം കൂടി ആഡ് ചെയ്യുക. അതായത് എന്ത് കിട്ടും? എഫിഷ്യൻസി ആഡ് ചെയ്യുക. പി പ്ലസ് ക്യൂ പ്ലസ് ആർ പ്ലസ് പി. ഈ എഫിഷ്യൻസി എല്ലാം കൂടി ആഡ് ചെയ്യുക. ഇത് എത്ര കിട്ടി? 6 + 7 13. 13 + 5 18. ഇനി ഇവിടെ നോക്കിയേ, പി 2 ഉണ്ട്, R 2 ഉണ്ട്, Q 2 ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 2 × P + Q + R = 18. അങ്ങനെയാണെങ്കിൽ P + Q + Rൻ്റെ എഫിഷ്യൻസി എത്ര കിട്ടും? 18/2 9. ഓക്കെ, അപ്പോൾ P + Q + R, പിൻ്റെയും ക്യൂവിൻ്റെയും ആറിൻ്റെയും ഒരുമിച്ചുള്ള എഫിഷ്യൻസി എത്രയാണ്? 9. അപ്പോൾ അവർ ആ വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഡേയ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡേയ്സിൻ്റെ ഫോർമുല എന്താ? ഡേയ്സ് = വർക്ക് ബൈ എഫിഷ്യൻസി. അപ്പോൾ ഇതാണ് എഫിഷ്യൻസി. അപ്പോൾ ഡേയ്സ് D = വർക്ക് എത്രയാണ്? 630. ഇനി ഇവരുടെ എഫിഷ്യൻസി എത്രയാണ്? 9. ഓക്കെ, ഹരിക്കുക. 9 × 7 63 ആണ്. അപ്പോൾ 7, ഇവിടെ ഒരു 0 ഉണ്ട്, 70. അപ്പോൾ 70 ആണ് കറക്റ്റ് ആൻസർ. 70 ദിവസം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ LCM കണ്ടുപിടിക്കൽ മാത്രമേ ഉള്ളൂ പണി. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A alone can complete a work in 14 days and B alone can complete the same work in 21 days. A and B start the work together, but A leaves the work after 4 days of the starting of work. In how many days B will complete the remaining work? അപ്പോൾ എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. 4 ദിവസം അവർ ഒരുമിച്ച് വർക്ക് ചെയ്തു. ആ 4 ദിവസം കഴിഞ്ഞിട്ട് ആരാ പോയേ? എ ലീവ് ചെയ്തു അല്ലേ? എ പോയി. ഇനി അപ്പോൾ ബാക്കി വർക്ക് ബി എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, എഴുതി പോവാം. എ ബി ഡേയ്സ് നമ്മൾ എഴുതി. എയുടെ ഡേയ്സ് എത്രയാ? 14 ആണ്. ബിയുടെ ഡേയ്സ് എത്രയാണ്? 21 ആണ്. അപ്പോൾ 14ൻ്റെയും 21ൻ്റെയും LCM എടുക്കുക. മറ്റൊരു എളുപ്പ വഴിയുണ്ട്. 21 14 നമ്മളിങ്ങനെ എഴുതി. ഇതിൽ വലിയ നമ്പറായ 21 കൺസിഡർ ചെയ്യുക അല്ലേ? 21 എടുക്കുക. അതിൻ്റെ ഫാക്ടറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. നമ്മൾ എന്ത് എഴുതു? 7 × 3. 7 × 3 സ്പ്ലിറ്റ് ചെയ്തു. ഇനി 14 എടുത്തു, അതിൻ്റെ ഫാക്ടർ സ്പ്ലിറ്റ് ചെയ്യുക. 7 × 2 എന്ന് എഴുതി. എന്നിട്ട് ഈ ഫാക്ടേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുക. ഈ ചെറിയ നമ്പറിലുള്ള ഫാക്ടേഴ്സ് ഇവിടെ ഇല്ലെങ്കിൽ ആ ഫാക്ടേഴ്സ് കൊണ്ട് ഇവിടെ ഗുണിക്കുക. ഫോർ എക്സാമ്പിൾ കമ്പയർ ചെയ്തു. 7 7 ഇവിടെ ഉണ്ട് അല്ലേ? ഇനി ഈ 2 ഈ ചെറിയ നമ്പറുള്ള ഫാക്ടേഴ്സ്, ഈ 2 ഇവിടെ ഉണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല. അപ്പോൾ ഈ 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായിരിക്കും നമ്മുടെ LCM. അപ്പോൾ ഈ 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നോക്കിയേ, 21 × 2 എത്രയാണ്? 42. 42 ആണ് നമ്മുടെ LCM. അപ്പോൾ 42 ആണ് നമ്മുടെ ടോട്ടൽ വർക്ക്. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 42. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ഡേയ്സ് ആണ്. വർക്ക് നമുക്ക് 42 കിട്ടി. വർക്ക് ബൈ 7 ദിവസം 42/14 എത്രയാണ്? 3. 42/21
2. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി 2. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഇനി നോക്കിയേ, എ ആൻഡ് ബി സ്റ്റാർട്ടഡ് ദ വർക്ക് ടുഗദർ. എയും ബി ഒരുമിച്ച് വർക്ക് ചെയ്തു. അപ്പോൾ അവരുടെ ടോട്ടൽ എഫിഷ്യൻസി കൂട്ടും. അപ്പോൾ എത്രയും 3 + 2 5 ആയി ടോട്ടൽ എഫിഷ്യൻസി. ഇനി 4 ദിവസം വർക്ക് ചെയ്തു അല്ലേ. 4 ദിവസം കഴിഞ്ഞപ്പോൾ എ പോയി, അതായത് 4 ദിവസം കഴിഞ്ഞപ്പോൾ എ പോയി. അപ്പോൾ ആ 4 ദിവസം വരെ എയും ബി ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അത്രയും ദിവസത്തെ വർക്ക് എത്രയെന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, അത്രയും ദിവസത്തെ വർക്ക് ഈസ് ഈക്വൽ ടു എത്ര ദിവസം വർക്ക് ചെയ്തു? 4 ദിവസം വർക്ക് ചെയ്തു. ആ 4 ദിവസം എയും ബിയും കൂടിയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എയും ബിയുടെ വർക്ക് 3 + 2 5 ആണ് എഫിഷ്യൻസി. അപ്പോൾ അവരുടെ എഫിഷ്യൻസി 5. അപ്പോൾ 4 × 5 ആണ് അവർ ചെയ്ത വർക്ക്. അത് എത്രയാണ്? 20 വർക്കാണ് അവർ 4 ദിവസം കൊണ്ട് ചെയ്തത്. ഓക്കെ, 20 വർക്ക് 4 ദിവസം കൊണ്ട് ചെയ്തു. ഇനി നമ്മുടെ ടോട്ടൽ വർക്ക് 42 ആണ്. അപ്പോൾ ബാക്കി വർക്ക് എത്രയാണ്? അപ്പോൾ റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 42 - 20, അത് എത്രയാണ്? 22. അപ്പോൾ റിമൈനിങ് വർക്ക് 22 ആണ്. ഇനി ഈ വർക്ക് ആരാണ് ചെയ്യാൻ പോകുന്നത്? ഈ വർക്കിന് ബി ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഡേയ്സ് കണ്ടുപിടിക്കാൻ വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്യുക. റിമൈനിങ് വർക്ക് 22 ഡേയ്സ് ആണ്. ആരാണ് ചെയ്യുന്നത്? ബി ആണ് ചെയ്യുന്നത്. ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 2 ആണ്. അപ്പോൾ 22/2 11. ഓക്കെ, 11 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. The bar chart given below shows the amount of sugar used in making 7 different varieties of sweets: S1, S2, S3, S4, S5, S6, S7. Has been shown as a percentage of total weight of the sweet. The combined weight of S5 and S3 is 300. What is the total amount of sugar used in these 2 sweets together? ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇത് 7 ഡിഫറെൻറ്റ് സ്വീറ്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? S1, S2, S3, S4, S5, S6, S7. അവരുടെ അപ്പോൾ ആ സ്വീറ്റ്സിനകത്തുള്ള ഷുഗേഴ്സിൻ്റെ പെർസെൻറ്റേജ് ആണ്, ഷുഗേഴ്സിൻ്റെ അളവ് പെർസെൻറ്റേജിലാണ് തന്നിട്ടുള്ളത്. അതാണിത്. 23, 32, 36, 18, 22, 25, 19. അങ്ങനെ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് കമ്പൈൻഡ് വെയിറ്റ് ഓഫ് സ്വീറ്റ് S5ഉം S3ൻ്റെയും വെയിറ്റ് 300 ആണെന്ന് തന്നിട്ടുണ്ട്. What is the total amount of sugar used in these 2 sweets together? അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ഷുഗർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, S5ൻ്റെ ഷുഗറിൻ്റെ വെയിറ്റ് അത് തന്നിട്ടില്ല. S5 അത് എത്രയാണ്? S5ൻ്റെ വെയിറ്റ് ഇൻറ്റു ഷുഗറിൻ്റെ അളവ് എത്രയാണ്? S5ഉം S3 അല്ലേ. അപ്പോൾ S5 ഇവിടെ 22% ആണ്. അപ്പോൾ ഇൻറ്റു 22/100 പ്ലസ്. ഇനി അടുത്ത് S3 വെയിറ്റ്, അതിൻ്റെ ഷുഗറിൻ്റെ അളവ് എത്രയാണ്? ഇവിടെ ഷുഗറിൻ്റെ അളവല്ല, ഇവിടെ ഒരു തെറ്റുണ്ട്. നോക്കിയേ, വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഷുഗർ യൂസ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ കമ്പൈൻഡ് വെയിറ്റ് ആണ് തന്നിട്ടുള്ളത്, ഇൻഡിവിജ്വൽ വെയിറ്റ് തന്നിട്ടില്ല അല്ലേ. നമുക്കിവിടെ ഈ പെർസെൻറ്റേജ് ഇവിടെ നോക്കിയേ, ഇൻഡിവിജ്വൽ വെയിറ്റ് തന്നാലാണ് ഇവിടെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. S3ൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 16 ആണ്. S5ൻ്റെ പെർസെൻറ്റേജ് 22 ആണ്. എന്നാലാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നോക്കിയേ, കമ്പൈൻഡ് വെയിറ്റ്, അതായത് S5ൻ്റെയും S3ൻ്റെയും കമ്പൈൻഡ് വെയിറ്റ് ആണ് എത്ര? 300 എന്ന് തന്നിട്ടുള്ളത് അല്ലേ. S5ൻ്റെയും S3ൻ്റെയും കമ്പൈൻഡ് വെയിറ്റ് 300 ആണ്. അവരുടെ ടോട്ടൽ എമൗണ്ട് ഓഫ് ഷുഗർ ആണ് ചോദിച്ചിരിക്കുന്നത്. അവരുടെ ടോട്ടൽ എമൗണ്ട് ഓഫ് ഷുഗർ, അതായത് S5 എത്രയാണ്? 22% പ്ലസ് S3ൻ്റെ എത്രയാണ്? S3 16%. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, S5 × 22/100 പ്ലസ് S3 × 16/100. ഇതാണ് കമ്പൈൻഡ് വെയിറ്റ് ഓഫ് സ്വീറ്റ്. പക്ഷേ നമുക്കിവിടെ S5 + S3 = 300 എന്നാണ് തന്നിട്ടുള്ളത്. സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടില്ല, വേറെ ഒരു ഡാറ്റയും തന്നിട്ടില്ല. നോക്കിയേ, S5 എത്രയാണെന്ന് നമുക്കറിയില്ല, S3 എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 300 ആണെന്ന് നമുക്കറിയാം. ഇത് രണ്ട് സെയിം അല്ല എന്ന് നമുക്കറിയാം. S5 S3 സെയിം അല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഉത്തരം? cannot be determined ആണ് ഉത്തരം, ഓപ്ഷൻ എ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. The mark price of a chair and a table are in the ratio 2:3 respectively.
the shopkeeper gives 20% discount on the chair. If the combined discount on both the chair and the table is 26, then what will be the discount given on the table? നമുക്ക് മിക്സ്ഡ് ആൻഡ് ഡെലിഗേഷൻ ഒരു മെത്തേഡ് വെച്ച് ചെയ്യാവുന്നതാണ്. അതായത് നോക്കിയേ, മാർക്ക് പ്രൈസ് അത് ചെയറിൻ്റെയും ടേബിളിൻ്റെയും മാർക്ക് പ്രൈസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2:3. അപ്പോൾ ചെയറിൻ്റെ 2, ടേബിളിൻ്റെ 3 റേഷ്യോ അങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇനി ചെയറിന് 20% ഡിസ്കൗണ്ട് കൊടുത്തു, പിന്നെ ടേബിളിന് എത്രയാണെന്ന് നമുക്കറിയില്ല. കമ്പൈൻഡ് ഡിസ്കൗണ്ട് 26 അങ്ങനെയാണെങ്കിൽ ടേബിളിന് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ രീതിയിൽ എഴുതി പോവാം. ഇവിടെ നോക്കിയാൽ ഇവിടെ ഞാൻ ടേബിളിൽ നിന്ന് എഴുതി, ഇവിടെ ഞാൻ ചെയറിന്ന് എഴുതി. ടേബിളിൻ്റെ ഡിസ്കൗണ്ട് എത്രയാണെന്ന് അറിയില്ല. ചെയറിൻ്റെ ഡിസ്കൗണ്ട് എത്രയാണ്? ചെയറിൻ്റെ ഡിസ്കൗണ്ട് 20. ഇനി കമ്പൈൻഡ് ഡിസ്കൗണ്ട് എത്രയാണ്? കമ്പൈൻഡ് 26 അല്ലേ? കമ്പൈൻഡ് ഡിസ്കൗണ്ട് 26. അപ്പോൾ ഇവിടെ എത്രയാണെന്ന് നമുക്കറിയില്ല. ഓക്കെ ആണല്ലോ. ഇനി ഇത് തമ്മിൽ മൈനസ് ചെയ്ത് ഇതിൻ്റെ ഡിഫറൻസ് ആണ് റേഷ്യോ ആയിട്ട് വരിക. ടേബിളിൻ്റെ റേഷ്യോ എത്രയാണ്? ടേബിളിൻ്റെ റേഷ്യോ, ചെയർ ആൻഡ് ടേബിൾ, ടേബിളിൻ്റെ റേഷ്യോ 3 ആണ്. ഇനി ടേബിളിൻ്റെ റേഷ്യോ എത്രയാണ്? സോറി, ടേബിളിൻ്റെ റേഷ്യോ 3 ആണ്. ചെയറിൻ്റെ റേഷ്യോ എത്രയാണ്? ചെയറിൻ്റെ റേഷ്യോ 2 ആണ്. ഓക്കെ, ചെയറിൻ്റെ റേഷ്യോ 2 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയേ, ഇത് മൈനസ് ഇതിൻ്റെ ഡിഫറൻസ് 2 ആണ്, ഇതിൻ്റെ ഡിഫറൻസ് 3 ആണ് അല്ലേ? ഇനി ഞാനിവിടെ ഒന്നും കൂടി എഴുതാം. അതായത് എക്സ് ടേബിള് ചെയർ, എക്സ് 20 26 നോക്കി, ഇവിടെ കിട്ടുന്നത് 3, ഇവിടെ കിട്ടുന്നത് 2. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 26 - 20, നടുക്കുന്നാണ് മൈനസ് ചെയ്തത്. 26 - 20 അത് എത്രയാണ്? 6 അല്ലേ? ആ 6ൻ്റെ സ്ഥാനത്ത് ഇവിടെ എത്രയാണ്? 3. അപ്പോൾ ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യണ്ടേ അല്ലേ? ഈ 3 ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആയി. അപ്പോൾ ഇവിടെയും 2 മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ × 2. അപ്പോൾ ഇവിടെ എത്ര കിട്ടണ്ടേ? 4 ആണ് കിട്ടേണ്ടത്. അപ്പോൾ നോക്കിയേ, ഒരെണ്ണം ഇവിടെ നടുക്കുന്നാണ് മൈനസ് ചെയ്തെങ്കിൽ മറ്റേത് ഇവിടെ നിന്നാണ് മൈനസ് ചെയ്തത്. അതാണ് മിക്സ്ഡ് ആൻഡ് ഡെറിവേഷൻ്റെ റൂള്. അപ്പോൾ ഒരെണ്ണം ഇവിടെ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് മൈനസ് ചെയ്ത് 26 മൈനസ് ചെയ്ത് നമുക്ക് 4 കിട്ടണം. അപ്പോൾ 4 എങ്ങനെ കിട്ടുക? 30 അല്ലേ? ഇവിടെ 30 എഴുതിയാൽ നോക്കിയേ, 30 - 26 4 കണ്ടോ? അപ്പോൾ എന്ത് കിട്ടി? ഉത്തരം 30 കിട്ടി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഒന്നുകൂടി പറയാം. നമ്മൾ ഇവിടെ എക്സ് എന്ന് എടുത്തിട്ട് ടേബിളിൻ്റെ ഡിസ്കൗണ്ട് എക്സ് എന്ന് എടുത്തു, ചെയറിൻ്റെ ഡിസ്കൗണ്ട് 20, കമ്പൈൻഡ് 26 നമുക്ക് വേണ്ട റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ് നമ്മൾ എഴുതി. പക്ഷെ ഇവിടെ കിട്ടുന്നത് എന്താണ്? 26 - 20 എത്രയാണ്? 6. ഇനി അടുത്തത് എക്സ് - 26 എത്ര കിട്ടണം? 4 കിട്ടണം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ? 30. ഓക്കെ, അപ്പോൾ 30 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ കമ്പനി number of engineers doubles itself in every 2 years. In how much time will the number of engineers become 1024 times of its original number? അല്ലേ? അപ്പോൾ 1024 ടൈംസ് ആവണത് എത്ര വർഷം കൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു കമ്പനിയിൽ നമ്പർ ഓഫ് എൻജിനീയേഴ്സ് ഉണ്ട്, അവർ 2 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും? ഡബിൾ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 1024 ടൈംസ് ആവണമെങ്കിൽ അത് എത്ര വർഷം എടുത്തുകൊണ്ടാണ്, എത്ര വർഷം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻ ഹൗ മച്ച് ടൈം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ അത് ചെയ്യണേക്ക് മുന്നേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ടൈം എഴുതി, ഇവിടെ നമ്പർ എഴുതി, ഇവിടെ 2 വർഷം കൊണ്ട് ഇരട്ടിയാവുകയാണ് അല്ലേ? അപ്പോൾ അടുത്ത 2 വർഷം കൊണ്ട്, അതായത് 4 വർഷം കൊണ്ട് എന്തായി? ഇരട്ടിയായി, വീണ്ടും 4. അടുത്ത 2 വർഷം കൊണ്ട്, അതായത് 6 വർഷം കൊണ്ട് എത്രയായി? 4ൻ്റെ ഇരട്ടി എത്രയാ? 8. അടുത്ത 2 വർഷം, അതായത് 8 വർഷം കൊണ്ട് 8ൻ്റെ ഇരട്ടിയായി എത്രയാ? 16. ഇനി അടുത്ത 2 വർഷം അല്ലേ? 2 വർഷം കൂടുമ്പോൾ ഇരട്ടിയാവുന്നല്ലേ? 2 വർഷം കൂടുമ്പോൾ എത്രയായി? 10. അപ്പോൾ എത്രയായി? 32. ഇനി 2 വർഷം കൂടുമ്പോൾ എന്തായി? 12. അപ്പോൾ എത്രയായി? 64. ഇനി 14. അടുത്ത 2 വർഷം കൂടുമ്പോൾ ഇതിൻ്റെ ഇരട്ടി എത്രയാ? 128. 16 256. ഇനി അടുത്ത 2 വർഷം 18, ഇതിൻ്റെ ഇരട്ടി 512. അടുത്ത 2 വർഷം 20 വർഷം കൊണ്ട് 512ൻ്റെ ഇരട്ടി 1024 ടൈംസ് ആവും. കണ്ടോ? അപ്പോൾ 20 വർഷം, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. 20 വർഷം കൊണ്ട് 1024 ടൈംസ് ആകും. ഓക്കെ, അപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ മാനുവലി എഴുതിയതാണ്. നമുക്ക് ആ എക്സാമിൻ്റെ സമയത്ത് ഇങ്ങനെ മാനുവലി എഴുതാനൊന്നും പറ്റില്ല.
അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയേ, ഇവിടെ 2 വർഷം കൊണ്ടാണ് ഡബിൾ ആവുന്നത് അല്ലേ. ഇവിടെ ഇൻക്രീസ് 2 അല്ലേ, 2 + 2 4, 4 + 2 6, 6 + 2 8. അപ്പോൾ 2 വർഷം കൊണ്ടാണ് മാറ്റം സംഭവിക്കുന്നത്, മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഈ നമ്പറിനെ നമുക്ക് 2ൻ്റെ പവറായിട്ട് എഴുതാം. നോക്കിയേ, ഇവിടെ 2 × 1, 2⁻1, ഇവിടെ 2⁻2, 2⁻3, 2⁻4, 2⁻5. ഇനി ഇവിടെ 2⁻6, ഇവിടെ 2⁻7, 2⁻8, 2⁻9, 2⁻10. അപ്പോൾ നിങ്ങൾ ഈ പവറുകളൊന്ന് ശ്രദ്ധിക്കുക. 1 2 3 4 5 6 7 8 9 10. ഈ പവറിന് എത്ര വർഷം കൊണ്ടാണ് മാറ്റം ഉണ്ടാവുന്നത്, ആ വർഷം കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ശരിക്കുള്ള സമയം കിട്ടും. ഓക്കെ, അവിടെ പവർ 1 ആണ് അല്ലേ, 2 വർഷം കൊണ്ടല്ലേ മാറ്റം ഉണ്ടാവണം. 1 × 2 2 കണ്ട, ഇവിടെ പവർ 2 ആണ്, 2 × 2 4. ഇവിടെ പവർ 3 ആണ്, മാറ്റം ഉണ്ടാവണം 2 വർഷം, അപ്പോൾ 3 × 2 6. അവിടെ പവർ 4 ആണ്, 4 × 2 8. അവിടെ പവർ 5 ആണ്, അപ്പോൾ 5 × 2 10. ഇനി ഇവിടെ പവർ 6 ആണ്, 6 × 2 12. അങ്ങനെ ഈ 1024 2ൻ്റെ ആ പവറിലേക്ക് എഴുതുക. 2⁻10 ആണ് 1024. അത് അറിഞ്ഞിരിക്കണം കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണം. 2⁻10 ആണ് 1024. അപ്പോൾ 10 × 2 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും 20. അപ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ പവർ × 2 ചെയ്യുക. എത്ര വർഷം? 2 വർഷം കൊണ്ടാണ് മാറ്റം ഉണ്ടാവുന്നത്. ഇനി 3 വർഷം കൊണ്ടാണ് മാറ്റം ഉണ്ടാവണമെങ്കിൽ 10 × 3 ചെയ്യുക. അപ്പോൾ 30 ആയിരിക്കും ഉത്തരം. ഓക്കെ, അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എത്ര ടൈംസ് ആണ് നമുക്ക് വേണ്ടതെന്ന് നോക്കുക. 1024 ടൈംസ് ആണ്, അത് 2ൻ്റെ പവറാക്കി എഴുതുക, 2⁻10. ഇനി ഇവിടെ പവർ എത്രയാണോ 10, ഇവിടെ എത്ര വർഷം കൊണ്ടാണ് മാറ്റം ഉണ്ടാവുന്നത്? 2 വർഷം. അപ്പോൾ × 2 ചെയ്യുക, എത്രയാണ്? 20 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് A is to B is equal to 5 is to 8 and B is to C is equal to 11 is to 13, A equal to 110, what is the value of C? അപ്പോൾ നമുക്ക് റേഷ്യോ ഒറ്റയടിക്ക് എഴുതാം, A/B/C. ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. A is to B എത്രയാ? 5 is to 8. B is to C എത്രയാ? 11 is to 13. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, ഗ്യാപ്പിൻ്റെ തൊട്ടടുത്തുള്ള നമ്പേഴ്സ് എഴുതുക. ഇവിടെ 11 ആണ്, 11 എഴുതി. ഇവിടെ 8 ആണ്, ഇവിടെ 8 എഴുതി. ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 11 55, 8 × 11 88, 8 × 13 എത്രയാ? ചെയ്ത് നോക്കുക, 104. ഓക്കെ, 104 എന്ന് കിട്ടും. അപ്പോൾ നോക്കിയേ, എയുടെ റേഷ്യോ 55, ബിയുടെ റേഷ്യോ 88, സിയുടെ റേഷ്യോ 104. ഇവിടെ എയുടെ വാല്യൂ 110 ആണ്. നോക്കിയേ, എയുടെ വാല്യൂ 110 ആണ്. അപ്പോൾ 55ൻ്റെ സ്ഥാനത്ത് 110 അല്ലേ, 55 എന്നുള്ളത് 110 ആയി. അപ്പോൾ നോക്കിയേ, 55നെ 2 കൊണ്ട് ഗുണിച്ചാൽ 110 ആയി. ഇങ്ങനെയും ചെയ്യാം, 55ൻ്റെ സ്ഥാനത്ത് 110. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് എത്രയാണ്? 110 / 55 എത്രയാ? 2. അപ്പോൾ 1ൻ്റെ വാല്യൂ 2. നമുക്ക് വേണ്ടത് ആരുടെ? സിയുടെ വാല്യൂ ആണ്. സിയുടെ വാല്യൂ 104 ആണ്, 104 ആണ്. അപ്പോൾ 104ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. 104ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 104 × 2, അത് എത്രയാണ്? 208. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 208. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതേപോലെ തന്നെയാണ്. ബാർ ചാർട്ട് given below shows the ratio of expenditure to revenue. Expenditure to revenue ആണ് തന്നിട്ടുള്ളത്. For 7 consecutive years, Y1, Y2, Y3, Y4, Y5, Y6, Y7. അപ്പോൾ നോക്കിയേ, എന്താണ് ഇവിടെ? ഇയർ ആണ് Y1, Y2. പക്ഷേ ഇവിടെ എന്താണ്? പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ഡാറ്റ അല്ല, ക്വസ്റ്റ്യൻ തെറ്റായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? cannot be determined എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തെറ്റായിരുന്നു. ഇനി അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ cannot be determined എന്ന് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഇൻക്രീസസ് ബൈ 20%, then what will be the percentage increase in its perimeter? അപ്പോൾ സ്ക്വയറിൻ്റെ സൈഡ് 20% ഇൻക്രീസ് ചെയ്താൽ പെരിമീറ്റർ ഉണ്ടാവുന്ന മാറ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ക്വയറിൻ്റെ സൈഡ് എ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ പി എത്രയായിരിക്കും? പെരിമീറ്റർ എന്ന് പറയുന്നത് 4a ആയിരിക്കും അല്ലേ, പെരിമീറ്റർ എന്ന് പറയുന്നത് 4a ആയിരിക്കും. അപ്പോൾ നോക്കിയേ, നമ്മൾ ഇപ്പോൾ നേരത്തെ എടുത്ത പോലെ സൈഡ് 10 എന്ന് എടുക്കുക അല്ലേ, സൈഡ് 10 എന്ന് എടുക്കുക. അപ്പോൾ പെരിമീറ്റർ എന്തായി? 10 × 4 40.
പെരിമീറ്റർ 40 ആയി. ഇനി 10 എന്നുള്ളത് 20% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 10 ഇൻറ്റു ആ ശതമാനം എത്രയാണെന്ന് നോക്കുക. 10 ഇൻറ്റു 20/100. ഇവിടെ ഒരു 0 കട്ട് ചെയ്തു, ഇവിടെ ഒരു 0 കട്ട് ചെയ്തു. എത്രയാണ്? 2 കൂടിയത്. അപ്പോൾ 2 കൂടി. അപ്പോൾ 10 എന്നുള്ളത് എന്തായി? 12 ആയി. അപ്പോൾ ന്യൂ ചേഞ്ച് എത്രയായി? 12 ആയി. മനസ്സിലായല്ലോ? അപ്പോൾ സൈഡ് 12. അപ്പോൾ പെരിമീറ്റർ എത്രയാണ്? 4 ഇൻറ്റു 12 48. അപ്പോൾ 40 എന്നുള്ളത് എന്തായി? 48ആയി. എത്ര ശതമാനമാണ് ഇൻക്രീസ് എന്ന് നോക്കുക. 40 എന്നുള്ളത് 48ആയി. എത്ര കൂടി? 8 കൂടി. എവിടെ നിന്നാണ് കൂടിയേ? 40-ൽ നിന്ന് 8/40 ഇൻറ്റു 100. ഓക്കെ. അപ്പോൾ 8 5 40 100/5 എത്രയാ? 20. അപ്പോൾ 20% ഇൻക്രീസ്. ഓക്കെ, 20% ഇൻക്രീസ്. ഇനി മറ്റൊരു എളുപ്പ മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എ ആണെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ഇൻറ്റു എ ആയിരിക്കും അല്ലേ? 4a അല്ലേ? അതായത് പെരിമീറ്റർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എ. അതായത് പെരിമീറ്റർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എ. ഇവിടെ എ ഡബിൾ ആക്കിയാൽ പെരിമീറ്റർ ഡബിൾ ആവും, എ ട്രിപ്പിൾ ആക്കിയാൽ പെരിമീറ്റർ ട്രിപ്പിൾ ആവും. കാരണം എന്താ? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ എ 20% കൂടിയാൽ പെരിമീറ്റർ 20% കൂടും. കണ്ട? അതാണ് ഉത്തരം. അപ്പോൾ ഡയറക്റ്റ് കിട്ടും. ഇപ്പോൾ ഇനി എ സ്ക്വയർ ആയിരുന്നെങ്കിൽ എന്തായേനെ? എ സ്ക്വയർ ആയിരുന്നെങ്കിൽ 20 സ്ക്വയർ 400 അങ്ങനെയല്ല. എ സ്ക്വയർ ആണെങ്കിൽ എന്താണ് മറ്റേ ഫോമുല? എഫക്റ്റീവ് പെർസെൻറ്റേജിൻ്റെ ഫോമുല a + b + ab/100. അപ്പോൾ 20 + 20 + 20 ഇൻറ്റു 20/100 എത്ര കിട്ടും? 44 എന്ന് കിട്ടും. ഇവിടെ എ സ്ക്വയർ എന്നായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏരിയ ആയിരുന്നെങ്കിൽ. മനസ്സിലായോ? ഇവിടെ പെരിമീറ്റർ ആയതുകൊണ്ട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയതുകൊണ്ട് എ ആയതുകൊണ്ട് എന്തായി? ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ 20. അപ്പോൾ 20 ഉത്തരം. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് P/Q/R = 5:3:6, then what will be the ratio of P/Q/Q/R R/P? സിമ്പിളാണ്. ഇവിടെ നോക്കിയാൽ പിൻ്റെ വില എത്രയാണ്? 5. അങ്ങനെ തന്നെ എഴുതി. ക്യൂവിൻ്റെ വില എത്രയാണ്? 3. അപ്പോൾ 5/3 എന്ന് എഴുതി. ഇനി ക്യൂവിൻ്റെ വില എത്രയാണ്? 3. ആറിൻ്റെ വില 6 6. ആറിൻ്റെ വില എത്രയാണ്? 6. പിൻ്റെ വില എത്രയാണ്? 5. ഓക്കെ. 3 6 5 ഇവരുടെ എല്ലാം എൽസിയം കണ്ടുപിടിക്കുക. 3 6 5 3 വെച്ച് കെട്ടിയാൽ 3 2 5. ഇനി ഇതെല്ലാം പ്രൈം നമ്പേഴ്സാണ്, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 5 10, 10 ഇൻറ്റു 3 30. ഓക്കെ. അപ്പോൾ 30 എൽസിയം. ഈ 30 വെച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നോക്കിയേ, 5/3 ഇൻറ്റു 30 ഈസ്റ്റു 3/6 ഇൻറ്റു 30 ഈസ്റ്റു 6/5 ഈസ്റ്റു 30. നോക്കിയേ, 3 10 30, 5 ഇൻറ്റു 10 50 ഈസ്റ്റു 6 5 30, 3 ഇൻറ്റു 5 15 ഈസ്റ്റു 5 6 30, 6 ഇൻറ്റു 6 36. അപ്പോൾ എന്ത് കിട്ടി? 50:15:36 ഉത്തരം. ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ്. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 5/2 ഓഫ് 5 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 ഓഫ് 1/7 ഈസ് 1/7? സെയിം ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തതാണ്. സിംപ്ലിഫിക്കേഷൻ എന്താണ്? ബോർഡ് മാസ് പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ആദ്യം 5/2 ബ്രാക്കറ്റ് ഓഫ്, അപ്പോൾ ഓഫാണ് ചെയ്യേണ്ടത്, ഇൻറ്റു 5. ഇനി ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റു 1/4 എന്ന് എഴുതി. മൈനസ് 2 ഓഫാണ്, ഓഫ് ഇൻറ്റു 1/7 ഡിവൈഡഡ് ബൈ 1/7 എന്നുള്ളത് ഞാൻ ഇൻറ്റു 7 എന്ന് എഴുതി അല്ലേ? അവിടെ റെസിപ്രോക്കൽ വരും. ഡിവൈഡ് മാറ്റി ഇൻറ്റു വരുമ്പോൾ റെസിപ്രോക്കൽ വരും. ഡിവൈഡ് ബൈ 3 ആണെങ്കിൽ ഇൻറ്റു 1/3. അപ്പോൾ ഡിവൈഡ് ബൈ 1/7 ആണെങ്കിൽ ഇൻറ്റു 1/1/7. 1/1/7 എന്നുള്ളത് 7 ആണ്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് എഴുതിയെന്നുള്ളൂ കേട്ടോ. ഇനി സോൾവ് ചെയ്യുക. ഓക്കെ, 5 ഇൻറ്റു 5 25/2. 25/2 ഇൻറ്റു 4 എന്ന് പറയുന്നത് 25/4 ഇൻറ്റു 2 8. മൈനസ് 2 ഇൻറ്റു 1 2. ഇവിടെ 7 കട്ട് ചെയ്യാലോ. എത്ര കിട്ടി? 2 അല്ലേ?
7 7 കട്ട് ചെയ്ത് 2 × 1 2 2 ഇവിടെ എഴുതി. ഇനി 8 × 2 16 ഇതെന്ത് കിട്ടും? 25 മൈനസ് 8 × 2 16/8. 25 മൈനസ് 16/8. 25 മൈനസ് 16 എത്രയാണ്? 9/8. 9/8 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ, 9/8 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ കുറച്ചും കൂടി ടൈം കൺസ്യൂം ചെയ്തിട്ടുണ്ടാവാം, അതായത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുത്ത സമയമാണ്. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തായാലും ചിലപ്പോൾ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് നോക്കുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുക, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിനിയും ചെയ്യാം. അടുത്ത വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം.